നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം വൈകിച്ച് കേസ് മുഖ്യമന്ത്രി അട്ടിമറിക്കുന്നുവെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം വൈകുന്നതിൽ ആശങ്കയില്ലെന്ന് ഹൈക്കോടതി. SIT അന്വേഷണത്തിൽ ഹൈക്കോടതി തൃപ്തിയും അറിയിച്ചു. കുറ്റപത്രം വൈകുന്നതും അതിൻ്റെ പേരിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്നതും പ്രതിപക്ഷം ആയുധമാക്കുമ്പോൾ കുറ്റപത്രം വൈകുന്നതിലും പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം നൽകുന്നതിലും ആശങ്കയില്ലെന്നാണ് ഹൈക്കോടതി പറയുന്നത്. അതിസങ്കീർണമായ കേസാണെന്നും വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള അന്വേഷണമല്ല ഇതിലെന്നുമാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ശബരിമലയിലെ സ്വർണ്ണ കവർച്ച അസാധാരണമായ കേസാണ്. കൊലപാതകം, മർദ്ദനം പോലെ വേഗത്തിൽ പൂർത്തിയാക്കാവുന്ന അന്വേഷണമല്ല ഈ കേസിലുള്ളത്. കവർച്ചയുടെ ഓരോ കണ്ണിയും കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. വിചാരണ സൂക്ഷ്മമായി നടത്തേണ്ട കേസാണിത്. പ്രതിപക്ഷത്തിനുള്ള മറുപടിയും സർക്കാർ വാദങ്ങൾക്കുള്ള അംഗീകാരവും എന്നതുപോലെയാണ് ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ഓരോന്നും. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും തന്ത്രി സമാജവും വിശ്വഹിന്ദു പരിഷത്തും നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ പരാമർശങ്ങൾ. SIT അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി തന്നെ SIT അന്വേഷണത്തിൽ നിലപാട് വ്യക്തമാക്കിയ നിലയ്ക്ക് ഇനി പ്രതിപക്ഷവാദത്തിൽ കഴമ്പുണ്ടോ? ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം നേർവഴിക്കല്ലേ നടക്കുന്നത്? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വെള്ളമുണ്ടയിൽ നിന്ന് സൂപ്പിയാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ സൂപ്പി, ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു SIT അന്വേഷണത്തെക്കുറിച്ച്. പക്ഷേ ഇപ്പോഴും പ്രതിപക്ഷം അന്വേഷണത്തെ സർക്കാർ അട്ടിമറിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. കോടതി തന്നെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന കോടതി തന്നെ നിലപാട് വ്യക്തമാക്കിയ നിലയ്ക്ക് ഇനി അത് അംഗീകരിക്കുകയല്ലേ വേണ്ടത്? നമസ്കാരം സാർ. നമസ്കാരം. എന്റെ അഭിപ്രായത്തിൽ കോടതി പറഞ്ഞതിൽ ഏറ്റവും നല്ലത് വാസ്തവം. കാരണം സർക്കാരിനല്ലല്ലോ കുറ്റപ്പെടുത്തുക, സർക്കാരിന്റെ അല്ലല്ലോ ഇനി അതിന്റെ ബോളുള്ളത്. കോടതിയാണ്. അവര് തീരുമാനിക്കുന്ന തീരുമാനങ്ങളാണ് ഗവൺമെന്റ് അംഗീകരിക്കേണ്ടതും മറ്റുള്ള ദേവസ്വം ബോർഡും അതിൽ ഭാഗമല്ലേ എന്നാണ് എന്റെ അഭിപ്രായം. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ശിവദാസനാണ്, ബാലരാമപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ശിവദാസൻ, ഈ സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ കോടതി പറഞ്ഞിരിക്കുന്നു അന്വേഷണം കൊള്ളാം, അന്വേഷണം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്, മികച്ച ഉദ്യോഗസ്ഥരാണ് അവിടെ ഉള്ളത്, കുറ്റപത്രം വൈകുന്നതൊന്നും ഇതിലൊരു വിഷയമേ അല്ല എന്ന് പറയുന്നു. മറിച്ചുള്ള ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. താങ്കൾക്ക് ഇതിൽ എന്താണ് നിലപാട്? നമസ്കാരം. നമസ്കാരം സാറെ, കോടതി പറഞ്ഞതിൽ ന്യായമായ കാര്യം കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കോടതിക്ക് നമുക്ക് സംശയം നേരിൽ നിൽക്കുകയാണ്. കാരണം മുമ്പേ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് CPM-ന്റെ ഇപ്പൊ ഭരിക്കുന്ന ഗവൺമെന്റ് ഉച്ചാശയിലുള്ള 2 ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ട്. തിരിച്ച് ഈ ഉദ്യോഗസ്ഥ സ്വർണ്ണക്കള്ളന്മാരെ കോവിലിനെ കൊള്ളയടിച്ചവരാ കേസ് FIR ആക്കാതെ നീട്ടി സ്വാഭാവിക ജാമ്യം കൊടുക്കാൻ വേണ്ടി ഇവിടെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു, നിങ്ങൾ CBI അന്വേഷണം വരട്ടെ, നമ്മൾ നോക്കുന്നുണ്ട്, ഒരു കുറ്റവാളി പോലും ഇത് ശിക്ഷിക്കപ്പെട്ട പോവില്ല, ശിക്ഷിക്കപ്പെട്ടേ പോകുമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അതുവരെ മിണ്ടായിരിക്കുമെന്ന് കോടതി. ശ്രീ ശിവദാസൻ, CBI അന്വേഷണം വരട്ടെ നോക്കാന്നല്ല പറഞ്ഞത്. കോടതി SIT അന്വേഷണത്തിൽ വളരെ കൃത്യമായി തന്നെ കോടതി പറഞ്ഞു, കുറ്റപത്രം വൈകുന്നത് ഈ കേസിൽ വിഷയമല്ല, അതുകൊണ്ട് സ്വാഭാവികമായ ജാമ്യം കിട്ടിയെന്ന് കരുതി ഈ കേസിന്റെ അന്വേഷണത്തെ ഒന്നും അത് ബാധിക്കില്ല, അന്വേഷണം ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. വളരെ കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിനോട് അനുകൂലിക്കുന്ന നിലപാട് തന്നെയാണ് കോടതി കൃത്യമായി എടുത്തത്. ആണ് BJP-യുടെ അധ്യക്ഷനും വിശ്വഹിന്ദു പരിഷത്തും കൂടി കോടതിയിലേക്ക് അപ്പീൽ കേസ് കൊടുത്തല്ലോ. അവിടെ പറഞ്ഞ മറുപടി സാറിന് ഞാൻ പറഞ്ഞു, അവിടെ പറഞ്ഞ മറുപടി ഞാൻ പറഞ്ഞത് അതാ പറഞ്ഞത്. അവരുടെ ആവശ്യം അംഗീകരിക്കുകയല്ല ചെയ്തത് കോടതി. അവരത് അംഗീകരിക്കേണ്ട കാര്യമില്ല. കാരണം അത് കോടതി മനസ്സിലാക്കേണ്ട കാര്യം, ഇവർക്ക് കുറ്റവാളികൾക്ക് രക്ഷപ്പെടേണ്ട എല്ലാ ചാൻസ് ചെയ്ത് കൊടുക്കുകയാണ്. സത്യമാണെന്ന് സാറേ. അത് എങ്ങനെയാണ് ശിവദാസൻ നമുക്ക് പറയാൻ കഴിയുക? ഈ അന്വേഷണം നടക്കുന്ന കോടതിയുടെ മേൽനോട്ടത്തിലല്ലേ? അന്വേഷണത്തിന്റെ കിട്ടിയ വിവരങ്ങളെല്ലാം പരിശോധിക്കുന്ന കോടതിയല്ലേ? അപ്പോൾ കോടതിയല്ലേ ആ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയേണ്ടത്? നമ്മൾ പിന്നെ അങ്ങനെ അല്ല എന്ന് പറയുന്നത് എന്താണ് കാര്യം? അതിനോട് ഞാൻ പറഞ്ഞു സാറേ, അന്വേഷണം നടക്കുന്ന കോടതി ഇരിക്കുന്ന മനുഷ്യനാണ്. കോടതി ഇരിക്കുന്ന നമ്മളെപ്പോലെ മനുഷ്യനാണ്, വെറും ബുദ്ധിയുള്ള മനുഷ്യനാണ്. കോടതി ഇരിക്കുന്ന ബിൽഡിംഗ് അല്ല കോടതി ഇരിക്കുന്ന മനുഷ്യനാണ് പറയുന്നത്. ആ മനുഷ്യനും ഉണ്ട് രാഷ്ട്രീയം. എന്നോട് കോടതി ഇക്കാര്യത്തിൽ രാഷ്ട്രീയപരമായി കുറ്റപ്പെടുത്താൻ തൽക്കാലം നമുക്ക് കഴിയില്ല. അങ്ങനെ അത്തരം കോടതിയുടെ തീരുമാനത്തിനെ മാനിക്കുക എന്നുള്ളത് തന്നെയാണ് നിലപാട്. സത്യമായ കാര്യം തന്നെയാണ്. ശരി, സംശയമൊന്നും വേണ്ട. ശരി. ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീനിവാസൻ, ഈ ശബരിമല സ്വർണ്ണ മോഷണ അന്വേഷണത്തിൻ്റെ ഒരു സുപ്രധാനമായ നിലപാടാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്?
ഇതൊക്കെ എല്ലാം ആവിയായി പോവും. പണ്ട് സ്വർണ്ണക്കടത്ത്, ക്ഷേമ കമ്മിറ്റി, ഇതൊക്കെ കോടതിയിൽ വഴി വന്നില്ലല്ലേ? ഇതൊക്കെ പോയില്ലേ? അതേപോലെ ഇത് കുറ്റപത്രം നൽകാത്തോളം കാലം ഇവര് ജാമ്യത്തിലിറങ്ങും. കോടതി വരെ ഇതിൽ രാഷ്ട്രീയം കളിച്ചിട്ടുണ്ട്. മനസ്സിലായി? അവരും മനുഷ്യന്മാരല്ലേ, അവർക്കുണ്ട് പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് ഇസ് ദ സ്ട്രോങ് ആൻഡ് ഫോഴ്സ്. മനസ്സിലായോ? ഇത് പിണറായി വിജയന്റെ അഭ്യാസങ്ങളാണ് ഇത് മുഴുവൻ. കാരണം ഇതിൽ അവരുടെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് SIT-യിലുണ്ട്. അവരാണ് ഇതിട്ട് കിടന്ന് ഉരുണ്ട് കളിക്കുന്നത്. ഇത് പോറ്റിക്ക് നാളെ ജാമ്യം കിട്ടും. പിന്നെ എന്ത് ശ്രീനിവാസൻ, അതിനകത്തൊരു സംശയം ചോദിച്ചോട്ടെ. ഈ അന്വേഷണം നടക്കുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു സംവിധാനം കോടതി എന്നുള്ളതാണ്. ആ കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അല്ലാതെ വെറുതെ ഒരു അന്വേഷണമല്ല, അന്വേഷണത്തിനെതിരെ കോടതി ചെന്നല്ല. കോടതിയുടെ മേൽനോട്ടം, കോടതിയിൽ ഓരോ ഘട്ടത്തിലും എന്തെല്ലാം അന്വേഷിച്ചു, എന്തെല്ലാം മുന്നോട്ട് പോകുന്നു, ഇതിന്റെ എല്ലാ റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായി കോടതിയിൽ കൊടുക്കണം. ആ കോടതി അതെല്ലാം പരിശോധിച്ചിട്ടാണ് പറയുന്നത് ഈ കേസ് സങ്കീർണമായ കേസാണ്, ആ കേസിൽ കുറ്റപത്രം അങ്ങനെ വേഗത്തിൽ കൊടുക്കാൻ കഴിയില്ല, അത് വൈകും, അത് വൈകാനുള്ള കാരണം കോടതിക്ക് ബോധ്യമുണ്ട്, അത് ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തെ ബാധിക്കില്ല എന്ന് കോടതി ഉറപ്പ് പറയുമ്പോൾ പിന്നെ നമുക്ക് അതിനപ്പുറം എന്താ പറയാൻ കഴിയുക? അതല്ല സാറേ, ഞാൻ പറഞ്ഞത് കോടതിയൊക്കെ ഇതിനും വലിയ കേസുകളൊക്കെ കോടതിയിൽ പെട്ടിട്ട്, ഞാൻ ചോദിക്കട്ടെ, ഒരു SIനെ സ്റ്റീൽ ബോംബ് എറിഞ്ഞു കൊന്ന കേസിൽ കോടതി 1 മാസം കഴിഞ്ഞിട്ട് ജാമ്യം കൊടുത്തു വിട്ടതല്ലേ? അല്ലേ? കോടതിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഹൈക്കോടതിയുടെ അന്വേഷണം ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാതെ ഇരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾക്ക് ഏത് പൗരനും വിശ്വസിക്കാൻ പറ്റുന്ന ഒരിടം കോടതികളാണ്. അപ്പൊ കോടതികളെ നമ്മളിപ്പോ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിച്ചിട്ട് ഇതിലുള്ള പ്രതികളുടെ സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടണം. ഒന്ന്. പിന്നെ ഇനി മേലില് ഇത്തരം പരിപാടികൾ കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, ഓക്കെ. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കളുടെ അഭിപ്രായം പറയാം. നമസ്കാരമുണ്ട് കിരൺ സാറേ. നമസ്കാരമുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്നും പറഞ്ഞ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. പക്ഷെ ഒന്ന് പറയാം, ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതിൽ എനിക്ക് വലിയ വിശ്വാസം തോന്നുന്നുണ്ട്. കാരണം ഒരാളും രക്ഷപ്പെടരുത് ഇത് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ബാധ്യതയായി തീരും. കാരണം വെച്ചാൽ അത്രയധികം സ്വർണം കട്ടിട്ട് ഒരു പൂജ്യനായിട്ട് 90 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കാണ്ട് ജാമ്യം കിട്ടുക, ഇങ്ങനെ ചില കളികളൊക്കെ അതിൽ നടക്കുന്നുണ്ടോന്നൊരു സംശയമുണ്ട്. അങ്ങനെ കളികളൊന്നും ഇല്ലാതെ പോയിട്ട് ഇതിന്റെ ഒറിജിനൽ സ്ഥാനത്ത് എവിടെയാണെന്ന് വെച്ചാൽ ആ ഒറിജിനൽ സ്ഥാനത്തുള്ള ആളെ കൊണ്ടുവന്ന് ആ കട്ട സ്വർണം മുഴുവൻ അവിടെ കൊണ്ടുപോയി വെപ്പിച്ച് അവരെ കാലാകാലത്തിനും ജയിലിന് പോരാത്ത യാതൊരു വിധി ഉണ്ടാക്കിയിട്ട് ഇതാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് കട്ടത് വലിയ ഭക്തന്മാർ വന്ന് ആരായിച്ചു പോണ, പല രാജ്യത്തൊന്നും വന്ന് പോണ ഒരു സ്ഥലമാണ് അവിടെ. കാരണം അവരെന്ത് വിശ്വാസത്തിലാണ് അവിടെ വരുന്നത്, എന്തെല്ലാം ബുദ്ധിമുട്ട് സഹിച്ചാണ് അവിടെ വരുന്നത്. ആ വരുന്ന അവർ കൊടുക്കുന്ന പല സാധനങ്ങളും ഇനാമായി കൊടുക്കുന്നത് അതുപോലെ ഇന്നൊരു കക്ക ഈ കട്ടിട്ട് വ്യക്തമാണ്. ശ്രീ മുഹമ്മദ്, ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ജയകുമാർ, കോടതിയുടെ ഇന്നത്തെ പരാമർശങ്ങൾ താങ്കൾ കേട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഈ വിഷയത്തിൽ പ്രതിപക്ഷം സഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ വലിയ പ്രതിഷേധം ഉയർത്തുകയും കൂടിയാണ്. അന്വേഷണത്തെ ചൊല്ലിയൊക്കെയുള്ള വിവാദം അവിടെ നിൽക്കുമ്പോൾ അതിൽ നിലപാട് കോടതി വ്യക്തമാക്കുന്നു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. ഈ കോടതി ജനങ്ങളെ കളിയാക്കുകയാണെന്നാണ് തോന്നുന്നത്. ജനങ്ങളെ ഈ കോടതി കളിയാക്കുകയാണെന്നാണ് തോന്നുന്നത്. ഈ കോടതി തന്നെയല്ലേ പറഞ്ഞത് പിന്നെ ഇലക്ഷന് മുമ്പ് ഈ അന്വേഷണം മന്ദഗതിയിലാണ് പോകുന്നതെന്ന് ഈ കോടതി തന്നെയല്ലേ പറഞ്ഞത്. ഈ കോടതി പറഞ്ഞായിട്ടുണ്ടല്ലേ പ്രതിപക്ഷവും ചാടി ഇറങ്ങിയത്. ജനങ്ങൾക്ക് ആശങ്കയുണ്ട്, അത് തീർക്കണം. ഇന്നിപ്പോ പറഞ്ഞതുപോലെ നേരത്തെ പറയാമായിരുന്നല്ലോ. ഇന്നിപ്പോ പറയണം മറ്റുള്ള കേസ് പോലെയല്ല, കൊല്ലക്കേസ് പോലെയല്ല, ഇത് കണ്ടുപിടിച്ച് വരുമ്പോൾ കുറ്റപത്രം ഒക്കെ വരുമ്പോൾ താമസം വരുന്നു. എല്ലാത്തിനും 90 ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടുന്നവരെ മിണ്ടായിരുന്നിട്ട് ഇപ്പൊ 3-4 വെളിയിറങ്ങി ബാക്കി വെളിയിറങ്ങാൻ വേണ്ടിയുള്ള പരിപാടി നടത്തിയിട്ട് ഇപ്പൊ കോടതി പറയേണ്ടത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ജനത്തിന് മൊത്തം ആശങ്ക ഉണ്ടായിരുന്നു, പ്രതിപക്ഷത്തിനും ആശങ്ക ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് പറഞ്ഞാൽ മതി, അത് കുറച്ച് നേരത്തെ പറയണമായിരുന്നു.
അത് കേസിന്റെ ഓരോ ഘട്ടത്തിൽ പറയേണ്ട ഘട്ടത്തിൽ നമുക്ക് കോടതിയോട് പറയാൻ കഴിയുമോ നിങ്ങൾ ഈ ഘട്ടത്തിൽ ഈ അഭിപ്രായം പറയണം എന്ന് പറയാൻ കഴിയില്ല. ഇവിടെ ഒരു CBI അന്വേഷണം എന്ന ആവശ്യവുമായി കോടതിയുടെ മുന്നിൽ രാജീവ് ചന്ദ്രശേഖറും അടക്കമുള്ള തന്ത്രി സമാജവും വിശുദ്ധമൊക്കെ ചെല്ലുന്നു. അവർ ഈ അന്വേഷണം ശരിയല്ല എന്ന് അവിടെ വാദിക്കുന്നു. അപ്പോൾ കോടതി പറയുന്നു അങ്ങനെയല്ല, ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത്, ഈ അന്വേഷണത്തിന് കുറ്റപത്രം വൈകുന്നു എന്ന് വാദിക്കുമ്പോൾ പറയുന്നു കുറ്റപത്രം വൈകാൻ സാധ്യതയുള്ള ഒരു കേസാണ്, അങ്ങനെ പെട്ടെന്ന് കൊടുക്കാൻ ഇതിന് കഴിയില്ല, ഇതിന് ഒരുപാട് ശാസ്ത്രീയതയും അങ്ങനെ അന്വേഷണ സങ്കീർണതയൊക്കെ ഉണ്ട്. കോടതി പറഞ്ഞത് കൊലപാതകവും മർദ്ദനവും ഒന്നും പോലെ പെട്ടെന്ന് കൊടുക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല ഇത്. അത് കോടതിക്ക് ബോധ്യമുണ്ട്. പിന്നെ എന്തിനാണ് ഈ കോടതി ചോദിച്ചത് ആദ്യം ഈ മന്ദഗതിയിലാണല്ലോ എന്ന് കോടതി പറഞ്ഞത്? ഓരോ ഘട്ടങ്ങൾ മനസ്സിലാക്കുമ്പോഴല്ലേ കോടതി ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്. അല്ല, കോടതി അല്ലാതെ ഒരു ഉത്തരവൊന്നും ഇറക്കിയല്ലോ, ഇത് ഓരോ ഘട്ടത്തിൽ കോടതി പറയുന്നല്ലേ. ഈ പ്രതിപക്ഷം പോലും പറയാതെ ഇപ്പൊ ഈ ഘട്ടത്തിൽ ഇത് പറയണു. ഈ പറഞ്ഞ ഘട്ടം നേരത്തെ പറഞ്ഞാൽ മതി. പ്രതിപക്ഷം പറയുന്ന കാര്യം കഷ്ടമായിട്ടാണ് കോടതി ഓരോ ഇതിലും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് എഴഞ്ഞു നീങ്ങുവാണ്, ഇത് മന്ദഗതിയിലാണ്, ഇതിനകത്ത് ഇത് കോടതിയോട് കളിക്കുകയാണ്. ദേവസ്വം ബെഞ്ച് ആ തരത്തിൽ നേരത്തെയും ദേവസ്വം ബെഞ്ച് അന്വേഷണത്തിൽ തൃപ്തി പ്രകടിപ്പിച്ച് തന്നെയാണ് പറയുന്നത്. അയ്യേ, ഇത് നാണം കെട്ട കോടതിയാ സാറേ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇത് ആദ്യം പറയണമായിരുന്നു. ഇപ്പൊ എന്റെ ആശങ്ക മാറി. ഇന്നിപ്പോ ഈ പറഞ്ഞ കേട്ടപ്പോ എന്റെ ആശങ്ക മാറി. നേരത്തെ കോടതി പറഞ്ഞപ്പോ എനിക്ക് പ്രതിപക്ഷത്തിന്റെ ആശങ്ക മാറി കാണുമല്ലോ. ഇപ്പൊ എനിക്ക് മാറി. നേരത്തെ എനിക്ക് ആശങ്ക കൂടി വരികയായിരുന്നു. കാരണം വെച്ചാൽ ഇതില് എന്താണ് ഇതിന്റെ കാരണം, ഇത് ആരാണ് തടയണേ എന്നൊക്കെ എന്തെല്ലാമാണ് കോടതി ചോദിച്ചത്. അപ്പോഴത്തെ ഇതിലൊരാളിന്റെ മകൻ SP ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആശങ്ക കൂടും ജനങ്ങൾക്ക്. ഇപ്പൊ ഇങ്ങനെ ഇത്രയും വിശദീകരിച്ചാൽ എല്ലാവർക്കും ജാമ്യം കൊടുത്തു വിശദീകരിച്ചാൽ അതൊക്കെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടിയായി പോയി സാറേ. ഈ മറ്റേ അദ്ദേഹം പറഞ്ഞ പോലെ പണ്ട് മറ്റേ പാലളി മോഹൻകുട്ടി സാർ പറഞ്ഞ പോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ സാർ. ശരി. ശ്രീമതി ജയാണ് കൊല്ലത്തുനിന്ന്. ശ്രീമതി ജയ, ഈ കോൺഗ്രസ് പ്രതിപക്ഷവും പ്രധാനമായും ഉന്നയിക്കുന്നത് സഭയ്ക്കകത്തും പുറത്തുമൊക്കെ വലിയ ബഹളം വെക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ SIT അന്വേഷണം സർക്കാർ അട്ടിമറിക്കുന്നു, മുഖ്യമന്ത്രി അട്ടിമറിക്കുന്നു എന്നൊക്കെയായിരുന്നു. കോടതി ഇപ്പോൾ വളരെ കൃത്യമായി പ്രതിപക്ഷത്തിന് മറുപടി പറയുന്നത് പോലെയാണ് കോടതി യഥാർത്ഥത്തിൽ പറഞ്ഞത്. ഇത് ശരിയായ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത്, അതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ചും എല്ലാം വളരെ കൃത്യമായി തന്നെ പറയുന്നു. ഇനിയപ്പോൾ പ്രതിപക്ഷം ആ സമരം അവസാനിപ്പിക്കേണ്ട ഘട്ടമായില്ലേ? നമസ്കാരം കിരൺ. നമസ്കാരം. മനുവിന് എന്ത് പറ്റി? മനു അടുത്ത ആഴ്ച എത്തും. ഓക്കെ. അത് ഈ വിഷയത്തിൽ വന്നാല് ഇതിപ്പം ശബരിമലയുടെ സ്വർണ്ണക്കൊള്ളയുടെ കാര്യം എന്നും പൊതുവേദി വെക്കുമ്പോ ഞാൻ പ്രതീക്ഷിക്കും ഇതിൽ വല്ലതും പറയും. അപ്പൊ വേറെ ഓരോ വിഷയങ്ങളാണ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തില്ലേ ശ്രീമതി ജയ സ്വർണ്ണക്കൊള്ള? ഉണ്ട്. പക്ഷേ ഇവരെല്ലാരും കൂടെ ഇപ്പം പുറത്തിറങ്ങി വന്നാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോ പുറത്തിറങ്ങിയാലും ഒരു കുഴപ്പവും കേസ് അന്വേഷണത്തെ ബാധിക്കുന്നതല്ല എന്ന് കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കോടതി തന്നല്ലേ മുമ്പേ പറഞ്ഞത്? ഇത് അല്ല, അത് ഹൈക്കോടതി അല്ലല്ലോ, നേരത്തെ ജാമ്യത്തിന് പോയ കോടതികളൊക്കെ അല്ലേ പറഞ്ഞത്. കേസ് അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിലാണ്. പക്ഷേ പൂർണ്ണ തൃപ്തി ഇല്ല കിരണ. ഇതെങ്ങനെ ആയി തീരും എന്നൊരു ടെൻഷൻ എനിക്കുണ്ട്. ഞാന് ഇപ്പോഴത്തെ ഈ വൃശ്ചിക മാസത്തിലെ വ്രതം 60 ദിവസമാണ് ഞാൻ വ്രതം പിടിച്ചത്. അത്രയും നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അമ്പലമാണ് ശബരിമല. മറ്റുള്ള അമ്പലങ്ങളെ പോലെ അല്ല. അവിടെ ഈ കള്ളരുതായ്മ എല്ലാം കാണിച്ചിട്ട് ഇവരെല്ലാരും കൂടെ പുറത്തിറങ്ങി വരുമ്പോ രാഷ്ട്രീയപരമായിട്ട് ഇവർക്കെല്ലാം ഭയങ്കര സപ്പോർട്ടുള്ള ഒരു ഭരണകൂടമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അവരെന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇവരെല്ലാരും കൂടെ ഒരു മീറ്റിംഗ് കൂടി ഇനി ഇതിനൊരു മറുകണ്ഠം ചാടിയാ നമ്മൾ എന്താ ചെയ്യുന്നത്? വളരെ ടെൻഷനുണ്ട്. ഇത് എങ്ങനെങ്കിലും നല്ല രീതിയിലൊന്ന് അവസാനിപ്പിക്കണേ എന്നാണ് ഇപ്പൊ അയ്യപ്പനോട് എനിക്കുള്ള പ്രാർത്ഥന. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ പ്രേമനാണ് ചെന്നൈയിൽ നിന്നും. ശ്രീ പ്രേമൻ, താങ്കളുടെ അഭിപ്രായം പറയാം. അന്വേഷണം ശരിയായ രീതിയിലാണ് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. SITക്ക് കിട്ടിയ റിപ്പോർട്ട് അവർ 11 പ്രാവശ്യമായിട്ട് കോടതിയിൽ സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് കാലതാമസം ഉണ്ടാവുന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഉന്നതരിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രതിപക്ഷം ഇത്ര വെപ്രാളത്തിൽ. കാരണം ഉന്നതരിലേക്ക് പോകും, അത് മിക്കവാറും കോൺഗ്രസിന്റെ പല നേതാക്കന്മാർക്കും ഇതിൽ പങ്കുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ബേജാറായിട്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങളെ കാട്ടിക്കൂട്ടുന്നത്. അതുകൊണ്ട് അന്വേഷണം ശരിയായ രീതിയിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ പല ഉന്നതരും കുടുങ്ങുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചില ഇത് കാട്ടി കൂട്ടുന്നത്. അതുകൊണ്ട് ശരിയായ രീതിയിലാണ് അന്വേഷണം നടത്തുന്നതെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഈ താമസിക്കുന്നത് കൊണ്ടൊന്നും ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അഭിപ്രായം. ശ്രീ ശരത്താണ് ബാലരാമപുരത്തും. ശ്രീ ശരത്ത്, ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഇന്നത്തെ നിരീക്ഷണങ്ങളെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എന്തായാലും ഈ പറഞ്ഞ പോലെ ഈ സ്വർണ്ണക്കൊള്ളയില് ഇതിനകത്ത് പങ്കാളികളായിട്ടുള്ള ഒത്തിരി പേരെ നമ്മൾ അറസ്റ്റ് ചെയ്തത് അറിഞ്ഞല്ലോ. ഇനിയിപ്പം ബാക്കിയുള്ള
അന്വേഷണങ്ങൾ എല്ലാം കൃത്യമായിട്ടുള്ള ദിശയിൽ തന്നെ പോകണം. ഈ ദേവസ്വം ബോർഡിലെ ഇരിക്കുന്നവർക്കും ഇതിനകത്ത് എന്തെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയില്ലേ? അതിനകത്ത് ആരൊക്കെ എന്ത് ചെയ്യുന്നു, പിന്നെ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്ന സമയത്തെ അവരെ അന്വേഷിച്ച് അതിനുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടതല്ലേ? ഇനി അന്വേഷണം വരുമ്പോഴേ ഇതിനകത്തൊക്കെ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ആരൊക്കെ ഇതിന്റെ പങ്കെന്നുള്ള കാര്യം അതനുസരിച്ചിട്ടുള്ള ഇത്രയും വലിയ ഒരു തെറ്റ് ചെയ്യുന്നതിനുള്ള ശിക്ഷ കൃത്യമായിട്ട് കിട്ടും. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രാജനാണ് കൊല്ലത്തുനിന്നും. ശ്രീ രാജൻ, പ്രതിപക്ഷം വലിയ സമരത്തിലാണ് സഭയ്ക്കകത്തും പുറത്തും. ഈ അന്വേഷണത്തിൽ സർക്കാർ ഇടപെടുന്നു, മുഖ്യമന്ത്രി ഇടപെടുന്നു എന്നൊക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് കോടതി പറയുന്നത് അങ്ങനെയല്ല, അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നത്, അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരാണ്, കഴിവുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷണം നടക്കുന്നത്. കോടതി ഇവരുടെ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ച ശേഷമാണല്ലോ പറയുന്നത്. താങ്കൾക്ക് എന്താണ് ആ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, ഈ അന്വേഷണം ശരിയായിട്ടല്ല പോകുന്നത്. കാരണം എന്ന് ചോദിച്ചാല് ഈ സ്വർണം ചുരണ്ടി മാറ്റി എടുത്ത ഈ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും പോറ്റിയും കൂടെ എന്തിന് സോണിയാഗാന്ധിയെ കാണാൻ പോയി? എന്തുകൊണ്ട് സോണിയാഗാന്ധിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല? ഈ 18-ാം പടിയുടെ മോളിൽ ഇരുന്ന പഞ്ചലോക വിഗ്രഹം അന്ന് പിന്നെ 2004 സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞിരുന്നു ഇറ്റലിയിലെ കടയിൽ ഇരിപ്പുണ്ടെന്ന്. എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? സുബ്രഹ്മണ്യ സ്വാമി അങ്ങനെ ഓരോ കാലത്തും അദ്ദേഹത്തിന് വാവായ ഓടാരി പോലെ പലതും വിളിച്ചു പറയുന്ന ആളാണ് സുബ്രഹ്മണ്യ സ്വാമി. അദ്ദേഹത്തെ അങ്ങനെ ഒന്ന് ഗൗരവമായി കാണേണ്ട ഒരു രാഷ്ട്രീയ നേതാവേ അല്ല അദ്ദേഹം. എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ പറയുന്ന ആളാണ്. അങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്നിട്ട് ഈ കോൺക്രീറ്റ് കൊടിമരം എങ്ങനെ ചെതല് നിന്നത് അത് മാറ്റാൻ ഓർഡർ കൊടുത്ത അജയ് തറയിൽ കോൺഗ്രസ്സുകാരനെ എന്താ അറസ്റ്റ് ചെയ്യാത്തെ? അന്വേഷണം തീരെ ശരിയല്ല പോകുന്നത്. ശരിയായിട്ട് അറസ്റ്റ് ചെയ്ത് ഇവിടെയെല്ലാം അകത്തിടണം. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ വിജയനാണ് കൊല്ലത്ത്. ശ്രീ വിജയൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്തേ സാറേ. നമസ്തേ. ഒരു തൃപ്തിയുമില്ല. ഇത് സത്യസന്ധമായിട്ടും നല്ല രീതിയിലും അല്ല പോകുന്നതെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇതിനകത്ത് അറസ്റ്റ് ചെയ്യാനുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോഴും ചെയ്യാത്തതിന്റെ കാര്യം എന്താണെന്ന് ഈ ആരെയാണ് ശ്രീ വിജയൻ താങ്കൾക്ക് ബോധ്യമുള്ളത് അറസ്റ്റ് ചെയ്യേണ്ട ആളാണ് പക്ഷെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ബോധ്യമുള്ളത്? ഉണ്ട്, അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അത് ആരെയാണ്, എന്താണ് അതിന് കാരണം? താങ്കൾക്ക് അത്രയൊക്കെ ആധികാരികമായ ഒരു പൊതുവേദിയിൽ വന്ന് പറയുമ്പോൾ താങ്കൾ അത് പറഞ്ഞോളൂ. ആരെയാണ്, എന്തുകൊണ്ടാണ് എന്നത് കൂടി പറഞ്ഞോളൂ. അല്ല, ഇപ്പൊ ഇരിക്കുന്ന ദേവസ്വം മന്ത്രി ഇപ്പൊ ഇരിക്കുന്ന ദേവസ്വം മന്ത്രിയുടെ കാലത്താണോ ഇത് വല്ലതും നടന്നത്? ഇപ്പൊ ഇരിക്കുന്ന ദേവസ്വം മന്ത്രിയുടെ കാലത്താണോ ഇത് നടന്നത്? അല്ല, അവരുടെ ഭരണം തന്നെയല്ലേ കഴിഞ്ഞ തവണയും നടന്നത്. അവരൊക്കെ വന്ന് ഇതിന്റെ മറുപടി പറയാനും. ശ്രീ വിജയൻ, താങ്കൾ പറഞ്ഞ ഒരു പേര് ഇപ്പൊ ഇരിക്കുന്ന ദേവസ്വം മന്ത്രിയുടേതാണ്. അതിന്റെ ഉത്തരം ഇപ്പോൾ ഇരിക്കുന്ന ദേവസ്വം മന്ത്രിയുടെ കാലത്തല്ല ഈ കേസിന് ആസ്പദമായ സംഭവങ്ങളൊന്നും നടന്നത്. പിന്നീട് അദ്ദേഹത്തെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്കളുടെ ഒന്നാമത്തെ വാദം തന്നെ പൊളിഞ്ഞില്ലേ? മുൻപിരുന്ന ദേവസ്വം മന്ത്രി ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധമുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തേനെ. ഇതുവരെ ബന്ധങ്ങളൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ കോടതിയെ കോടതിക്ക് അപ്പുറത്തെ കാര്യങ്ങൾ വിജയൻ അറിയാൻ കഴിയും. ഇങ്ങനെയൊന്നുമില്ല, ഇതൊന്നും ഒരു ന്യായീകരണമേ അല്ല. ന്യായീകരിക്കുന്നത് ഇത് കോടതി പറഞ്ഞതല്ലേ ശ്രീ വിജയൻ? വേറൊരു കക്ഷിയാണ് ഇവിടെ ഭരിച്ചിരുന്നത് എങ്കിൽ ഇതെന്താകുമായിരുന്നു? ഇതൊക്കെ വെറും നിസ്സാരമായിട്ടാണ് ചാനലുകാരെല്ലാവരും ഇത് വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾക്കിതൊന്നും സഹിക്കാനൊക്കുന്നില്ല, ഞങ്ങൾക്ക് ക്ഷമിക്കാനൊക്കുന്നില്ല. ഇതിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ ഒരെണ്ണത്തിനെ ഇനി പുറത്തു വിടരുതും. ഇത് പബ്ലിക് പ്രോസിക്യൂട്ടർമാരും ഇവരും എല്ലാവരും ഉണ്ടല്ലേ, ഇവർക്കൊക്കെ എന്തോ ജോലി. പാവപ്പെട്ടവരുടെ ഭക്തന്മാരുടെ സ്വർണം അടിച്ചു മാറ്റി കൊണ്ടുപോയി പാർട്ടിക്കാരും രാഷ്ട്രീയക്കാരും എല്ലാവരും കൂടെ. ഞാൻ ഇനി കൂടുതൽ അങ്ങോട്ട് പറയുന്നില്ല, അത് അത്രത്തോളം വിഷമം കൊണ്ടാ പറഞ്ഞത്. സോറി. ശരി, ഓക്കെ. ശ്രീ വിജയന്റെ പ്രതികരണമാണ്. ശ്രീ മണിയമ്മയാണ് ആലപ്പുഴയിൽ നിന്നാണ്. ശ്രീ മണിയമ്മ, ആലപ്പുഴ എവിടെയാണ്? ആലപ്പുഴ വള്ളികുന്നം എന്ന് പറയുന്ന സ്ഥലത്താ. വള്ളികുന്നം ഇല്ലേ? അതിന് വള്ളികുന്നം എഴുതായിരുന്നല്ലോ നമുക്ക്. ആലപ്പുഴയെന്ന് ആലപ്പുഴ ജില്ലയാണെന്നല്ലേ ഉള്ളൂ വള്ളികുന്നം. TV ഒന്ന് മ്യൂട്ട് ചെയ്യോ? അതെ, TV മ്യൂട്ട് ചെയ്യോ? അന്നേരം പിന്നെ ചോദിക്കുന്നേ എങ്ങനെ കേൾക്കുന്നേ? ടെലിഫോണിൽ കൂടെ ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ. കേൾക്കാം. ഇനി ഉത്തരം പറഞ്ഞോളൂ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ചോദിക്കുന്നതേ, ഈ ഹൈക്കോടതിക്കും മേളിലാണോ ഈ പ്രതിപക്ഷം? ഹൈക്കോടതിക്കും മേളിലാണോ? ഹൈക്കോടതി SIT ഒക്കെ അതിന്റെ വഴി പോലെ നോക്കുന്നുണ്ടല്ലോ. പിന്നെന്തിനാണ് ഈ പ്രതിപക്ഷം ഇതിന്റെ മണ്ടയ്ക്ക് കയറി ഇത്രമാത്രം മേജറാകേണ്ട കാര്യം? പക്ഷെ അങ്ങനെ പറയുമ്പോൾ അകത്ത് കിടക്കുന്ന ആൾക്കാർ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയാണ്. പക്ഷെ ഇപ്പൊ UDF-ന്റെ ആൾക്കാർ ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. UDF-ന്റെ ആളുകൾ ആരും ഇതുവരെ അകത്ത് കിടക്കുന്നില്ല.
അകത്ത് കിടക്കുന്നില്ലെങ്കിൽ തന്നെയും അവരെ ചോദ്യം ചെയ്യുമ്പോൾ അവരും ഇതിനകത്ത് അങ്ങനെ പങ്കാളികളാകുന്നുണ്ട്. നമുക്ക് പറയാൻ കഴിയും ഒരാളെ ചോദ്യം ചെയ്തു എന്ന് പറയാൻ കരുതി അയാളെ പറ്റും, പറയാൻ ഇതിൽ പറ്റും. ഏതെങ്കിലും തരത്തിൽ ഹൈക്കോടതിയേക്കാൾ ഉത്തരവാദികളാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അത് പറയാനും ഹൈക്കോടതിക്ക് കഴിയും. മേളില് ഹൈക്കോടതിക്ക് മേളിലാണോ പ്രതിപക്ഷം? അല്ല അത് ന്യായം സംഭവിച്ചു. അതെന്റെ ഒരു സംശയമാണ്. ഹൈക്കോടതിക്ക് മുകളിലായിട്ടാണോ ഈ ശരി, പിന്നെ ഓക്കേ. എന്തുവാ താങ്കളുടെ ചോദ്യം പ്രതിപക്ഷം വ്യക്തമാണ്. ശ്രീ വരുന്നത്? സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? എനിക്ക് പിന്നെ കോടതിയെ ഇതിലേക്ക് തീരെ വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ്. കാരണം പിന്നെ ഇത് ലാസ്റ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം ടാർഗറ്റ് ചെയ്യുക, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുകളിൽ മാത്രം ഈ കേസ് കെട്ടിവെച്ചുകൊണ്ട് ബാക്കിയുള്ള പ്രതികളെല്ലാം രക്ഷപ്പെടുന്ന രീതിയിലേക്ക് ഈ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൽ കൊണ്ടുപോയവൻ വലിയ പ്രതിയല്ല. പ്രൈം കൾപ്രിറ്റ് ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. അത് പോറ്റി മാത്രം ഒരിക്കലും നമുക്ക് അല്ല, മാത്രമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ അല്ല. പുള്ളിയെ താങ്കൾ പറഞ്ഞ അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്ന് ന്യായീകരിക്കുന്ന പോലെ ഒരു പരോക്ഷ സൂചന വന്നുകൊണ്ട് ഞാൻ പറഞ്ഞാണ് പ്രൈം കൾപ്രിറ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഉണ്ണികൃഷ്ണനെ പോറ്റി ഞാൻ ന്യായീകരിച്ചതല്ല. അല്ല, മനസ്സിലായി, കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഇത് ഒതുക്കി നിർത്താനുള്ള പ്രവണതയാണ്. കാരണം ഇതിൽ കൊണ്ടുപോയ കൽപേഷോ വനവരെല്ലാം സാക്ഷികളായി മാറി. 3-4 നമുക്കറിയാം, നേരത്തെ തന്നെ പറഞ്ഞു 5 ആളുകളോടെ ഇനി അറസ്റ്റ് ചെയ്തു പറഞ്ഞു. എവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു? ഒരാള് തെളിവ് പോലും ഇല്ല, വെറുതെ ഇങ്ങനെ പറയുക. ശ്രീ സന്തോഷ്, ഇപ്പോൾ അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നതെന്നാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തന്നെ പറയുന്നത്. ഹൈക്കോടതിക്ക് പിന്നെ ബോർഡിന് ഹൈക്കോടതിക്ക് അതേ പറയാൻ പറ്റുള്ളൂ. കാരണം ഹൈക്കോടതി നിയോഗിച്ച SIT സംഘമാണ്. ഈ SIT സംഘം എന്തായി 90 ദിവസം കഴിഞ്ഞില്ലേ ഓരോരാളായിട്ട് 1 by 1 ആയിട്ട് ഈ ഇങ്ങനെ ഇറങ്ങി വരികയല്ലേ എന്ന്. പക്ഷെ അത് അങ്ങനെ ഈ ഇത്ര ദിവസം കൊണ്ട് 90 ദിവസം കൊണ്ട് കുറ്റപത്രം കൊടുക്കാൻ കഴിയുന്ന ഒരു കേസല്ല ഇത്. സങ്കീർണമായ കേസാണ്. അതിൽ സമയമെടുക്കുന്ന എന്ന് തന്നെയാണ് ഇതെല്ലാം കേസിന്റെ ആദ്യഘട്ടം മുതൽ അവസാന ഘട്ടം വരെ നിരന്തരം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന കോടതി പറയുന്നത്. എനിക്കിതിൽ തീരെ വിശ്വാസമില്ല സാറേ. കാരണം എന്താ വെച്ചാൽ ഇത് ഒറ്റ ഒരാളിലേക്ക് ഒതുങ്ങാനുള്ള ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ കോൺഗ്രസ്സുകാർക്ക് എന്തായിരുന്നു സാർ പ്രതിപക്ഷം ഇതിൽ നിയമസഭയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഒരു ഇത് വരുള്ളൂ. അപ്പൊ UDFന്റെ ആൾക്കാർ ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന്റെ കൂടെ നിന്ന ഫോട്ടോ കൊണ്ട് പിണറായി വിജയനെ നമുക്ക് സംശയിച്ചൂടെ? അങ്ങനെയല്ല, ഇത് രാഷ്ട്രീയപരമായിട്ട് മാത്രമല്ല ഇത് ചിന്തിക്കുന്നത്. ഇത് പിന്നെ ഭഗവാന്റെ സ്വർണം കട്ട ആൾക്കാര് അതില് പിന്നെ CPM-ന്റെ 3 ആൾക്കാരാണല്ലോ ജയിലിൽ കിടക്കുന്നത്. CPM ഒന്നും ഇതുവരെ അവരെ പുറത്താക്കിയിട്ട് പോലും ഇല്ലല്ലോ. അപ്പൊ CPM-നെ സംശയിക്കേണ്ടി വരും അവരെ സംരക്ഷിക്കുമ്പം. അതുകൊണ്ടൊക്കെയാണ് ഈ CPM-നെ വെറുതെ എന്നാ പറയുന്നത്. CPM-നെ ജില്ലാ കമ്മിറ്റി മെമ്പറെ അടക്കം സംരക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഈ CPM-നെ പറയുന്നത്. ഇല്ലെങ്കിൽ പറയേണ്ട ആവശ്യം വരുന്നുണ്ടോ? പിണറായി വിജയനെ പറയുന്നുണ്ടോ? ആരെയും പറയുന്നില്ലല്ലോ. അവരെ ആ പത്മകുമാർ അടക്കം ജയിലിൽ കിടക്കുന്നു, അവരെ സംരക്ഷിക്കുന്നു. കുറ്റപത്രം വരട്ടെ എന്നാ പറയുന്നത്. ഇതുവരെ ന്യായമായ മാനുഷിക നീതിയല്ലേ? നമുക്കിപ്പോൾ ഈ അറസ്റ്റ് ചെയ്ത് അകത്ത് കിടക്കുന്നവരൊക്കെ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. കുറ്റം ചെയ്തു എന്ന് കോടതി കണ്ടെത്തിയാൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാം. കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തിയില്ലെങ്കിൽ നടപടി സ്വീകരിക്കാൻ കഴിയും. കോടതി കണ്ടെത്തിയിട്ടാണോ പിന്നെ കുറ്റം ചെയ്തു എന്ന് കോടതി കണ്ടെത്തിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് ഇത് വന്നത്? അത് ഒരു ഒരാളുടെ ധാർമ്മികതയും മൊറാലിറ്റിയും ആയിട്ട് ബന്ധപ്പെട്ട കേസാണ് ഇത്. അങ്ങനെയല്ല, ഇതൊരു മോഷണവുമായി ബന്ധപ്പെട്ട കേസാണ്. ഒരാൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് അയാൾക്കെതിരെ കേസെടുത്താൽ അന്നേരം തന്നെ അയാൾ മോഷ്ടിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാനാവില്ല. മറ്റേതൊരു ധാർമ്മികത, ആ ധാർമ്മികതയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വീഴ്ചയുണ്ടായി, അത് ആ പാർട്ടിക്ക് നാണക്കേടാണ് എന്നുള്ളത് സ്വാഭാവികമായും ഏത് മനുഷ്യനും ആ പരാതി വന്നപ്പോൾ തന്നെ അറിയാവുന്നതാണ്. അല്ലാതെ നിയമപരമായി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്താൻ അത്തരം വിഷയങ്ങൾ കാത്തിരിക്കാൻ വേണ്ടതില്ല. പക്ഷെ ഇതങ്ങനത്തെ കേസല്ലല്ലോ. എങ്ങനത്തെ കേസായാലും സാർ പിന്നെ CPM-നെതിരെ പറയുന്നത് ഇതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഈ കോടതി ശിക്ഷിച്ചാലും വലിയ കാര്യമൊന്നും കാരണം കോടതിക്ക് എന്നത് കാണുന്നില്ല. കോടതി 20 വർഷം 10 വർഷമൊക്കെ ശിക്ഷിച്ച ആൾക്കാർ 15-30 വർഷം 2 മാസത്തിനുള്ളിൽ പരവുള്ളറിഞ്ഞ് നടക്കുന്നുണ്ട്. അത് മറ്റു കാര്യം, അതൊക്കെ ഗൗരവമായി തന്നെ പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. ശ്രീ സാവിയോ ആണ് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ സാവിയോ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? അയ്യോ ചേട്ടാ, ഇത് ഈ വിഷയം കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇത് ഇപ്പം എന്തായാലും സ്വർണം കട്ട് കഴിഞ്ഞ് ആൾക്കാരൊക്കെ ഇത് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോ ഇനി വീണ്ടും അതെന്തായാലും ഇവർ ഈ ക്ഷേത്രത്തിൽ നിന്ന് എടുത്തത് കൊണ്ട് എന്തായാലും ഇത്രയും പ്ലാൻ ചെയ്ത് എടുക്കാതിരിക്കാൻ കാര്യമില്ല. അപ്പൊ ഇവരെന്തായാലും ഇത്രയും പ്ലാനിങ് ചെയ്തെടുത്ത സംഭവം പടയെന്ന് പറഞ്ഞ് 2 ദിവസത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനും പറ്റത്തില്ല. ശരിയാണോ? ശരി. ശ്രീ ഗോപകുമാറാണ്, പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഗോപകുമാർ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ
അന്വേഷണം CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷനും തന്ത്രി സമാജവും വിശ്വഹിന്ദു പരിഷത്തും ഒക്കെയാണ് സമീപിച്ചത്. കോടതി വളരെ കൃത്യമായി അവരെ അറിയിച്ചിട്ടുണ്ട്. ഇത് അന്വേഷണം കൃത്യമായും ശാസ്ത്രീയമായിട്ടുമാണ് നടക്കുന്നത്, അതിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു കുഴപ്പവുമില്ല എന്ന് തന്നെ കോടതി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? നമസ്കാരം കിരൺജി. നമസ്കാരം. ഇതിപ്പോ ഹൈക്കോടതി ഇങ്ങനെ പറഞ്ഞ അവസ്ഥയ്ക്ക് ഭയപ്പെടേണ്ടതില്ല. എനിക്ക് ഭയങ്കര കഷ്ടത്തിലുണ്ടായിരുന്നു. ഞാൻ മറ്റേ മുരാരി ബാബു ജാമ്യത്തിൽ പുറത്ത് വന്നപ്പോ ഞാൻ അതിനെപ്പറ്റി സംശയം എന്റെ മനസ്സിൽ എനിക്ക് തോന്നിയാണ്. എനിക്ക് എന്തെങ്കിലും എന്റെ മനസ്സിനെ തോന്നിയ ഒരു സംശയമാണത്. ഓരോരുത്തരെയും ബെയിൽ കിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു ബെയിൽ കിട്ടാനുള്ള ഒരു അവസ്ഥ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അതായത് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒരു ബെയിൽ ഇവർക്ക് കിട്ടുന്നുള്ള അത് ഏത് കേസിലും സ്വാഭാവികമായി 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം അനുവദിക്കാൻ കിട്ടുമോ? സ്വാഭാവിക ജാമ്യത്തിന്റെ ഒരു അറിവിന്റെ കമ്മി കാരണം കൊണ്ട് ഞാൻ ഇതിങ്ങനെ വരാൻ തുടങ്ങിയപ്പോ എന്റെ മനസ്സിൽ തോന്നി ഒരു ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഹൈക്കോടതി തന്നെ ഇതിനൊരു പ്രശ്നം വരില്ല, അന്വേഷണത്തിനെ ബാധിക്കില്ല എന്ന് പറയുക കാരണം കൊണ്ട് കുറച്ച് സമാധാനിക്കാം. പിന്നെ ഈ പുറത്തുപോയ സ്വർണ്ണമൊക്കെ വീണ്ടും വരും എന്നുള്ളൊരു ധാരണ, അങ്ങനെ ഒരു ധാരണ എനിക്കില്ല. പിന്നെ ശബരിമല അയ്യപ്പന് ശക്തി ഉണ്ടെങ്കിൽ, ഞാൻ അയ്യപ്പ വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്. ശബരിമല അയ്യപ്പന് ശക്തി ഉണ്ടെങ്കിൽ അതിൽ എത്ര ഉന്നതരായാലും അല്ലേ വലിയവർ. ഇപ്പൊ പറയുന്നത് ഉന്നതരുടെ മേലേക്ക് അന്വേഷണം പോയില്ല, സോണിയാഗാന്ധി വരേക്ക് പോയി. ഇപ്പൊ പറഞ്ഞ് വെറുതെ പറഞ്ഞതാണെങ്കിൽ കൂടിയിട്ട് അയാൾ പിന്നെ തകിടം മറിഞ്ഞു, ശിവൻകുട്ടി തകിടം മറിഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ എത്ര ഉന്നതരായാലും താഴ്ന്നവരായാലും അങ്ങനെ ഉന്നതരും താഴ്ന്നവരൊന്നും ഇല്ല. അതില് ശബരിമല അയ്യപ്പന്റെ സ്വർണം കാട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പിടിക്കപ്പെടും. ശബരിമല അയ്യപ്പന് ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ മണിയമ്മ ചേച്ചി ഒരു കാരണം ചേച്ചി ഒറ്റ വാക്കുകൂടി നമ്മൾ മണിയമ്മ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, കൊല്ലത്തുനിന്നാണ് തോന്നുന്നുണ്ട്, എവിടെ എനിക്ക് ഓർമ്മയില്ല. മണിയമ്മ എന്നാണ് പേര്. എന്തായാലും ചേച്ചിയുടെ ആഗ്രഹം കൊള്ളാം. ഏതെങ്കിലും 2 BJPക്കാർ ചേച്ചിയുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലൊന്ന് പിടിച്ച് ആക്കി വിടും, എന്നാൽ പേരാവുമല്ലോ, BJPക്ക് കൂടി കിടക്കട്ടെ. അതാണ് മണിയമ്മ ചേച്ചി ആഗ്രഹിക്കുന്നത് തോന്നുന്നുണ്ട്. ഇപ്പൊ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാത്രമേ ഇതിലുള്ളൂ കിരൺജി. അതിന്റെ ഇടയിലാണ് താങ്കൾ അതിന് ഓപ്പോസിറ്റ് പറഞ്ഞു എങ്കിലും കൂടിയിട്ട് BJPക്കാരില്ലാണ്ട് എങ്ങനെയാണ് ഇതിന് BJPയിലേക്ക് എടുക്കപ്പെടാൻ കൂട്ടി കഴിയുക? ഒരു BJPക്കാർ പോലും ഇല്ല അതില്. എങ്ങനെയെങ്കിലും ഒരു BJPക്കാരെ കണ്ടെത്താനുള്ള ശ്രമമാണോ ഇത്? ആര് പറഞ്ഞു വിട്ടതാണ് ഈ മണിയമ്മ ചേച്ചി വിളിച്ചത്? ആര് പറഞ്ഞിട്ട് വിട്ടതാണ്? അതൊക്കെ ഓരോരുത്തരുടെ രാഷ്ട്രീയം. എന്തായാലും പാർട്ടി നേതാക്കൾ ആരും അക്കാര്യത്തിലില്ല. ഇനി ഓരോരുത്തരുടെ രാഷ്ട്രീയം ഒക്കെ പിന്നീട്. ഞാൻ പറയുന്നത് മണിയമ്മ ചേച്ചിനെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു. അല്ല, പുള്ളിക്കാരി പറഞ്ഞത് അങ്ങനെയല്ല. പ്രതിപക്ഷം കോടതിക്ക് മുകളിലാണോ എന്ന് ചോദിച്ചു. സ്വാഭാവികമായും BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണല്ലോ ഇതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോയപ്പോൾ കോടതി അത് തള്ളിക്കളഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായും BJP എടുക്കുന്ന നിലപാട് അക്കാര്യത്തിൽ ശരിയല്ല എന്ന് വ്യക്തമല്ലേ? ശ്രീ രാധാകൃഷ്ണനാണ്, വൈറ്റിലയിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് കേരളത്തിൽ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ ഇന്നത്തെ പരാമർശങ്ങളെ കാണുന്നത്? നമസ്കാരം. ഇത് ഒറ്റയടിക്ക് എല്ലാരെയും കൂടെ 3-5 പേരെ പ്രതിയാക്കി എടുത്തുകൊണ്ട് പോയ ഒരു കേസല്ല. ഇത് അന്വേഷണം നടത്തി ഇതിനകത്ത് ബന്ധങ്ങൾ വ്യക്തമായിട്ട് കണ്ട് ഘട്ടം ഘട്ടമായിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ ആളുകളാണ്. അവരിപ്പോ കുറ്റോത്തരം നൽകാതെ ആയപ്പോ മറ്റേ സ്വാഭാവിക ജാമ്യത്തിൽ ഇറങ്ങി പോരുകയാണ്. അങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങി പോന്നു കഴിഞ്ഞ് ഇവരെല്ലാം ജാമ്യം ഇറങ്ങിക്കഴിഞ്ഞ് ഇതിന്റെ ആണെങ്കിൽ തൊണ്ടികൾ യാതൊന്നും അന്വേഷണത്തിൽ പിടിച്ചിട്ടുമില്ല, ഒന്നും കിട്ടിയിട്ടുമില്ല. ഇതെവിടെ പോയി എന്തായെന്ന് പോലും ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല, ഒന്നിലും വ്യക്തമല്ല. എല്ലാരും പുറത്തു പോകുന്നുണ്ട്. 90 ദിവസം കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് പോന്നെ. ഇപ്പൊ നാളെ കൊട്ടിഘോഷിച്ച പോറ്റിയും പുറത്തു പോരും. പോന്നു കഴിഞ്ഞിട്ടും കോടതി പറയണേ ഇത് ഇങ്ങനെയാണ്, ഇതിനകത്ത് ആരും രക്ഷപ്പെടൂല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്ര അവതരില്ല. ശങ്കരാടി ഒരു സിനിമയിൽ പറയണ്ടല്ല, എല്ലാം എന്റെ കയ്യിലുണ്ട്, ഇതണ്ട രേഖ മുഴുവൻ ഉണ്ടെന്ന് പറയുന്ന ആ കൈ എടുത്ത് കാണിക്കുന്ന പോലെ തോന്നണം കോടതിയുടെ ഒരു ഇത്. കാരണം എല്ലാരും പുറത്തു പോകുന്നത് നമ്മൾ അപ്പീലും പോകാറുണ്ടല്ലോ. പറഞ്ഞല്ലോ അത് നീതി കിട്ടാണ്ടാവുമ്പോൾ വശങ്ങളുണ്ട്, സങ്കീർണതകളുണ്ട്, അത് അങ്ങനെ അന്വേഷിക്കാൻ കഴിയും. അതെ, നീതി കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ മേൽക്കോടതി പോവുമല്ലോ, പലതും പോകണുണ്ടല്ലോ, അങ്ങനെ പോകണുണ്ടല്ലോ കേസുകൾ. ഇപ്പൊ നീതിക്കും നിയമത്തിനും ഇതില്ലാണ്ട് നമ്മൾക്ക് യാതൊരു വിശ്വാസം ഇല്ലാണ്ട് പോണ ഒരു ഇതാണ് തോന്നണത്. കാരണം ഒന്നുമില്ല, ഇത് തൊണ്ടി കിട്ടണ്ടേ? ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് കൊള്ളക്കാരെല്ലാം പുറത്തേക്ക് തന്നെയാണ്. ഇതൊന്നും വെറുതെ ഇരുന്ന ആൾക്കാരെ നമ്മളെയൊന്നും അല്ല പിടിച്ചുകൊണ്ട് പോയത്. ബന്ധപ്പെട്ട ആളുകൾ, ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അങ്ങനെയുള്ള ആളുകളെയാണ് ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയേക്കണത്. എല്ലാം കൊണ്ടുപോയി കഴിഞ്ഞ് ഇതെല്ലാം പുഷ്പം പോലെ ഇറങ്ങി പോരുമ്പോഴത്തേക്കും നമ്മളെന്താ വിശ്വസിക്കേണ്ടത്? എന്തെന്നാ വിശ്വസിക്കേണ്ടത്? ശരി, കോടതിയിൽ എവിടെ പോയി നീതി നടപ്പാവും? മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ
വേണുവാണ്, കായംകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ വേണു, കായംകുളത്ത് എവിടെയാണ് വീട്? എന്റെ വീട് കായംകുളം തന്നെയാണ് പ്രോപ്പർ. പ്രോപ്പർ കായംകുളത്ത് എവിടെയാണ്? ചോദിക്കുന്നതല്ല, ഈ പറഞ്ഞ പോറ്റി നാളെ ജാമ്യത്തിൽ ഇറങ്ങും. എനിക്കറിയില്ല ഇറങ്ങുമോ ഇല്ലയോ എന്ന്, എന്തായാലും പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞത് ഇവരൊക്കെ ഹൈടെക് ബന്ധങ്ങളാണേ. എന്ത് മോഷണങ്ങളും കാര്യങ്ങളും നടത്തിയിട്ട് ഈ ഹൈക്കോടതി ജഡ്ജിമാര് മറ്റുള്ളവരെയൊക്കെ സ്വാധീനിച്ചിട്ട് ഇവന്മാരെല്ലാം ചെയ്യുന്ന തോന്നിവാസങ്ങളാ. ഞാൻ 22 വർഷം മല ചവിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അയ്യപ്പന്റെ അടുത്ത്. 22 വർഷം. ഇപ്പൊ ഞാൻ പോകുന്നില്ല. എന്താണെന്നറിയോ, ഞാൻ അങ്ങ് മടുത്തു. ശരി, ഓക്കെ. എന്തായാലും നമ്മളെ ജഡ്ജിമാരെ സ്വാധീനിക്കുമെന്ന മട്ടിൽ പറയുന്നത് ശരിയല്ല. എന്തായാലും അങ്ങനെ ആ സംവിധാനം ഈ രാജ്യത്ത് എപ്പോഴും രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് കൂടി അനിവാര്യമായ ഒന്നാണ്. ആ സംവിധാനത്തെ അങ്ങനെ സ്വാധീനിച്ച ആർക്കും ഇത് ചെയ്യാനൊന്നും എന്തായാലും കഴിയും എന്ന് നമുക്ക് കരുതാനാവില്ല. ശ്രീ ബാബുരാജാണ്, മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബാബുരാജ്, താങ്കളിലേക്ക് വരും മുമ്പ് നമുക്ക് വളരെ വേഗത്തിൽ ഞാൻ മടങ്ങി വരാം. ഒരു യൂട്യൂബ് കമൻറ്റുകൾ കൂടി ഒന്ന് വായിച്ചേക്കാം. ഷിജു കിരിയത്ത് പറയുന്നു, it is a court who directly investigates neither Congress nor BJP. പ്ലീസ് റിമെമ്പർ എന്ന് പറയുന്നു. കോടതി നേരിട്ടാണ് അന്വേഷണത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. അത് കൃത്യമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അകത്തുള്ള സഖാക്കളെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് കോടതി പറഞ്ഞു എന്നാണോ എന്ന് ശശിധരൻ പിള്ള ചോദിക്കുന്നു. എന്തായാലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ശ്രീ ശശിധരൻ പിള്ള. ജനങ്ങളുടെ കോടതി വിധി പറയാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. അമ്പാടി, കോടതിയുടെ നിരീക്ഷണത്തിലായാലും അന്വേഷണം നടത്തുന്ന കേരള പോലീസല്ലേ, സംശയം തോന്നുമെന്ന് പറയുന്നു. എന്തായാലും കോടതിയുടെ നിരീക്ഷണത്തിൽ, തൽക്കാലം കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണത്തെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. കേരള പോലീസ് ആണെങ്കിൽ സ്വാഭാവികമായും താങ്കൾക്ക് ഈ ആരോപണം ഉന്നയിക്കാം. കോടതി വിധി രാജീവ് ചന്ദ്രശേഖരന് മാത്രം കിട്ടിയ അടിയല്ല. ഈ വിഷയം സർക്കാരിനെതിരെ അടിക്കാൻ നോക്കിയ ചാനലുകാർക്കും മാധ്യമങ്ങൾക്കും കോൺഗ്രസിനും എന്ന് AK കൃഷ്ണൻകുട്ടി ചൂണ്ടിക്കാണിക്കുന്നു. ശ്രീ കൃഷ്ണൻകുട്ടി, ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? അതുകൊണ്ട് ഈ കോടതി അന്വേഷണം ശരിയായി നടക്കുന്നു എന്ന് കരുതി ഇങ്ങനെ ഒരു തെറ്റുണ്ടായില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം തന്നെ വേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഈ സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങൾ അവർക്ക് ഉത്തരവാദിത്തം നിറവേറ്റാൻ കഴിയാത്തത് കൊണ്ടാണ്. ഒന്നുകിൽ അവർ ഈ മോഷണത്തിൽ പങ്കാളികളായി, അല്ലെങ്കിൽ മോഷണം തടയാൻ അവർ കഴിഞ്ഞില്ല. അപ്പോൾ അതിന് സർക്കാരിന് ഉത്തരവാദിത്തമില്ല. സർക്കാരിനെ അടിക്കാൻ കിട്ടിയ വടിയാണ് അത് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ടെന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അടിക്കാൻ വേണ്ടി എല്ലാ സാഹചര്യവും ഉണ്ടാക്കി കൊടുത്തത് ഈ സർക്കാർ കൂടിയാണ്. അതിന് ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്, അതിന് യാതൊരു സംശയവുമില്ല. ശ്രീ കൃഷ്ണൻകുട്ടി, കൃഷ്ണൻകുട്ടിയുടെ പറച്ചിൽ കേട്ടാൽ തോന്നും എല്ലാവരും നിരപരാധികളാണെന്ന് കോടതി പറഞ്ഞുവെന്ന് ശശിധരൻ പിള്ളയാണ് പറയുന്നത്. രഘുനന്ദൻ പറയുന്നു, കോടതിയിൽ എപ്പോൾ അഭിപ്രായങ്ങൾ പറയാറുണ്ടെങ്കിലും SITയെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ നടക്കുന്നത് നിയമസഭാ ഇലക്ഷനിൽ വോട്ട് നേടാനുള്ള ചില കളികൾ മാത്രം. ഇത് ജനം വിലയിരുത്തട്ടെ എന്ന് രഘുനന്ദനൻ തിരുവില്ലാമാരം പറയുന്നു. ദീപസ്തംഭ മഹാശ്ചര്യമെന്ന് മോഹൻ പറയുന്നു. കോടതി വിധി അത് ഒരെണ്ണം തന്നെ വീണ്ടും എഴുതിയിരിക്കുകയാണ്. അവർ തമ്മിലുള്ള ചില തർക്കങ്ങളുമൊക്കെയാണ് തോന്നുന്നത്. ഹേ കിരൺ, നമസ്കാരം. അയ്യപ്പൻ തെളിയിക്കട്ടെ എന്ന് പറയുന്നു. അരുന്ധതി കോലപ്പറമ്പത്താണ്. അരുന്ധതി കോലപ്പറമ്പത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ദൈവങ്ങളുടെ തലയിൽ കെട്ടിവെച്ചാൽ എല്ലാം ഏറ്റവും എളുപ്പമാണല്ലോ. ദൈവം ചോദിച്ചോളും, പറഞ്ഞോളും, അല്ലെ ശിക്ഷ കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞാൽ. എന്തായാലും തൽക്കാലം നമുക്ക് അതിന് കഴിയില്ല. ജയിലിലുള്ള CPM നേതാക്കളെ എല്ലാവരെയും പുറത്തു വിടണം, കോൺഗ്രസ് നേതാക്കളെയും സോണിയ അകത്തിടണം, പാവപ്പെട്ടവൻ്റെ നേതാക്കളെ ജയിലിടരുത് എന്ന് കളിയാക്കിയാന്ന് തോന്നുന്നു ശിവശങ്കർ പറഞ്ഞിരിക്കുന്നു. അങ്ങോട്ട് ചെല്ല് രാജ, ചെന്ന് കോടതിയുടെ പുറകെ സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യാനെന്ന് ശശിധരൻ പിള്ള പറയുന്നു. മറ്റൊരു ജയകുമാർ പറയുന്നു, കോൺഗ്രസ് ഒരു സ്ഥലത്തും ഭരിക്കുന്നില്ല, എന്തിനാണ് കോൺഗ്രസ്സുകാരെ പിടിച്ചകത്തിടാത്തത്? പ്രതികൾ പുറത്തിറങ്ങി തെളിവ് നശിപ്പിച്ചിട്ട് പിന്നെന്ന് അന്വേഷണം എന്ന് ചോദിക്കുന്നു. അപ്പോൾ അത്തരം ചില തർക്കങ്ങളുമൊക്കെയാണ്. പിന്നീട് തോമസ് പറയുന്നു, കോടതി നിയോഗിച്ച കമ്മീഷനും കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ട സമയത്ത് അതെല്ലാം കേട്ട് അംഗീകാരം കൊടുത്ത അന്നത്തെ ദേവസ്വം ഇടയ്ക്ക് അവിടുന്ന് പോയി. എന്തായാലും കുറച്ച് കമൻറ്റുകൾ കൂടി ഉണ്ട്, അത് പിന്നീട് വായിക്കാം. ശ്രീ മൈക്കിളാണ്, ക്ഷമിക്കണം, നമ്മൾ നേരത്തെ ഒരാൾ വഴി സംസാരിക്കാൻ നിന്നാണ്. ശ്രീ മൈക്കിളാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ മൈക്കിൾ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ വിലയിരുത്തുന്നത്? ഹലോ സാറേ, നമസ്കാരം. നമസ്കാരമുണ്ട്. ഞാൻ കാണുന്നത് ഇത് വളരെ നല്ലൊരു അന്വേഷണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഏത് പാർട്ടി, അല്ല കോൺഗ്രസ് എന്നോ BJP എന്നോ അല്ലെങ്കിൽ CPM എന്നോ അങ്ങനെ ഒരു പാർട്ടി നോക്കേണ്ട കാര്യമില്ല. കോടതി വളരെ മനോഹരമായിട്ടാണ് നടത്തുന്നതാണ് എന്റെ അഭിപ്രായം. അതിനകത്ത് നമ്മൾ വേറെ ആരെയും അടിച്ചിരിക്കേണ്ട കാര്യമില്ല. പരസ്പരം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർത്തുകൊണ്ട് ഈ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നാണ് എൻ്റെ ഒരു നിയമനം. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ കോടതി ഇത് എല്ലാവരും അംഗീകരിക്കണം. ഇത് നമ്മുടെ നാട്ടിൽ എത്രയോ വലിയ വലിയ പ്രശ്നങ്ങൾ വേറെയുണ്ട്. അത് മാറ്റിയിട്ട് ഇതിന്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്നത് ഈ പ്രതിപക്ഷം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ
ഈ അസംബ്ലിയിലൊക്കെ കാണിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാല് കേരള ജനത അംഗീകരിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ. ശ്രീ ബാബുരാജാണ് മലപ്പുറത്ത് നിന്ന്. ശ്രീ ബാബുരാജ്, താങ്കൾ എങ്ങനെയാണ് ഈ കോടതിയുടെ നിരീക്ഷണത്തെ വിലയിരുത്തുന്നത്? കോടതിയുടെ നിരീക്ഷണം കറക്റ്റ് അത് അനുസരിക്കാന്നുള്ളതാണ് നമ്മള്. പക്ഷെ കേരളത്തിന്റെ പ്രയോറിറ്റി അതല്ലല്ലോ. കേരളത്തിന് ഈ സ്വർണം കൊള്ള അതൊന്നും കേരളത്തിന് പ്രയോറിറ്റിപ്പെട്ടല്ലോ, ആണോ? അതും കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരുപാട് വിശ്വാസികളുള്ള ഒരു ആരാധനാലയത്തിന്റെ സ്വർണം മോഷണം പോയി എന്ന് പറയുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഒരുപാട് പേരുടെ വിശ്വാസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമല്ലേ? അത് കൊണ്ടുവച്ച സ്വർണം അത് ഏതോ കള്ളന്മാർ അടിച്ചു കൊണ്ടുപോയി. അത് അടിച്ചു കൊണ്ടുപോയ ആൾക്കാര് പിന്നെ അവരെ ദൈവങ്ങളായിട്ട് കാണുന്ന പാവപ്പെട്ട ജനങ്ങളെ കമ്പിളിപ്പിച്ചാണ് കൊണ്ടുപോയതാ. അപ്പൊ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. വിഷയം പാവപ്പെട്ട ജനങ്ങൾക്ക് നിങ്ങൾ ന്യൂസ് 18 ചാനലല്ലേ, നിങ്ങൾ ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഇതൊന്നും വിഷയം നിങ്ങൾക്ക് വിഷയദാരിദ്ര്യം കൊണ്ടാണ് ഇതൊക്കെ എടുക്കുന്നത്. ശരി ശ്രീ ബാബുരാജ്, എന്നാലും നമുക്ക് വിഷയദാരിദ്ര്യമൊന്നുമല്ല. കേരളത്തെ സംബന്ധിച്ച് ശബരിമല എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രമാണ്. ശബരിമല താരതമ്യേന മറ്റ് പല ആരാധനാലയങ്ങളെക്കാളും കൂടുതൽ വിശ്വാസികൾ ഉള്ള, വൈകാരികമായി കൂടി ഒരുപാട് പേർ കാണുന്ന ഒരു ആരാധനാലയമാണ്. അവിടെയാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. അത് കാലാകാലങ്ങളിലായി എങ്ങനെ മോഷണം നടന്നു, അത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു കേരളത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ അതിന് പ്രാധാന്യമുണ്ട്. അതിനെ അങ്ങനെ വിഷയദാരിദ്ര്യം കൊണ്ട് എടുക്കേണ്ട ഒരു വിഷയമല്ലത്, പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ശ്രീ രാമേന്ദ്രനാണ് കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാമേന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഒരു വഴിക്ക് നിൽക്കുന്നു, കോടതിയുടെ നിലപാട് ഇന്ന് കോടതി വ്യക്തമാക്കുന്നു. അപ്പോൾ താങ്കൾ എന്താണ് അതിൽ പറയുന്നത്? സാറേ, അത് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ ഹലോ പറഞ്ഞോളൂ. നമ്മുടെ കോഴിക്കോട് രാമേന്ദ്രനാണ്. നമ്മുടെ ഈ സ്വർണം കളവ് നടന്ന ആ സമയം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഇതില് തീട് പറയാണ്, ഒന്നാമത് കോടതി, 2 മാധ്യമങ്ങൾ, ഈ 2 വിഭാഗം ഇല്ലായിരുന്നെങ്കിൽ ഇത് എവിടെ എത്തില്ലായിരുന്നു, സത്യം പറയാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോ മാധ്യമങ്ങളും കോടതിയും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ പൊളിറ്റീഷ്യൻസ് ഇതിൽ നിന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. 29 കൊല്ലമായിട്ട് ശബരിമല പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ ഉള്ള ധനം പൊതുവായിട്ട് ഉപയോഗിക്കുന്ന എങ്ങനെ വേണം, എന്ത് ചെയ്യാമെന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ക്ഷേത്രങ്ങളും ഇത് നമ്പർ 1 ക്രൈമാണ് നടന്നിരിക്കുന്നത്. നമ്പർ 1 ക്രൈമാണ് ഇത്. മാത്രം ഒരു മലയുടെ ഒരു അറ്റം, മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇത് എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോടതിയും ഇടപെട്ടിട്ട് അങ്ങോളം ഇങ്ങോളം അന്വേഷണത്തിന് ഇതൊരു തീർപ്പുണ്ടാക്കണം. ഭക്തജനങ്ങളുടെ ഒരു ആവശ്യമാണിത്. അല്ലാതെ ഇതിന്റെ ഇടയ്ക്ക് ഇതിപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി മാറിക്കും, അവരുണ്ടാവില്ല. പിന്നെ നോക്കിക്കോ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഇതിനൊക്കെ ചൂട് കുറയും, ഇതിനോടുള്ള താല്പര്യം കുറയും. അപ്പോഴും ബാക്കി ഉണ്ടാവുക മാധ്യമ പ്രവർത്തകരും മാധ്യമവും കോടതിയായിരിക്കും ഉണ്ടാവും. അതുകൊണ്ട് മാധ്യമം ഒരിക്കലും ഇതിന് പിന്നോട്ട് പോകരുത്. എത്രയും എങ്ങനെയെങ്കിലും ഇതിനെ പിടിച്ചു നിർത്തി ഇതിന്റെ തുമ്പുമാലും കണ്ടെത്തണം എന്നൊരു അഭിപ്രായമാണ് എനിക്ക് ഇതിനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ രാമേന്ദ്രൻ. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് പറയാം. കിരൺ സാർ, ഈ വിഷയത്തിൽ അന്വേഷണം വിപുലീകരിക്കുന്നതിനും വേഗത്തിലാക്കുന്നതിനും വേണ്ടി കൂടുതൽ ഉദ്യോഗസ്ഥരെയും നിയമിച്ചിരുന്നു. എന്നാൽ കോടതി ഇപ്പൊ പറയുന്നത് സങ്കീർണമായ ഒരു കേസായതുകൊണ്ട് വീണ്ടും കുറച്ച് സമയം കൂടെ നീട്ടിക്കൊടുക്കാം. അത് കാരണം കൊണ്ട് ആര് ജാമ്യത്തിൽ ഇറങ്ങിയാലും അവർ രക്ഷപ്പെടില്ല, അവര് എപ്പോഴായാലും അത് പ്രതിസ്ഥാനത്ത് തന്നെ അവരുണ്ടാവും എന്നുള്ള രീതിയാണ് കോടതി പറയുന്നത്. ഈ സാഹചര്യത്തിൽ കേസിന്റെ അന്വേഷണം ഒരുവിധം നല്ല രീതിയിൽ തന്നെയാണ് സാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ജയരാജാണ് മലപ്പുറത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജയരാജ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കോടതി പറയുന്നു അന്വേഷണം ശരിയായ ദിശയിലാണ്, കുറ്റപത്രം വൈകുന്നതൊന്നും ഒരു വിഷയമേ അല്ല എന്ന് പറയുന്നു. പ്രതിപക്ഷം പറയുന്നു അങ്ങനെയല്ല, ഇവർ SITയെ സ്വാധീനിച്ച് ഈ സർക്കാർ കേസ് അട്ടിമറിക്കുകയാണ് എന്നൊക്കെ പറയുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. മനുസാറ് ലീവാണോ സാറേ? മനുസാർ എത്തും ഉടനെ. അന്വേഷിച്ചായിട്ട് പറയുന്നുണ്ട്. പറയാം. പിന്നെ സാറ് ചോദിച്ച വിഷയം തീർച്ചയായിട്ടും ഹൈക്കോടതി ഇന്ന് പച്ച മലയാളത്തിൽ നമ്മോട് പറഞ്ഞില്ലേ, നല്ല രീതിയിലാണ് അന്വേഷണം പോകുന്നതെന്നുള്ളത്. SITനെ ആവിശ്വസിക്കേണ്ട കാര്യമില്ല, നല്ല രീതിയിൽ ഉള്ള പുരോഗമനം അന്വേഷണത്തിനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കോടതിയെ വിശ്വസിക്കുക. അല്ലെങ്കിൽ നമുക്കതിനെ എന്താ പറയാ, ഇങ്ങനെ ഊഹാപോഹങ്ങൾ ഇങ്ങനെ ചർച്ച നടത്തി പോവാന്നല്ലാതെ ഇതിന്റെ വ്യക്തമായ ഒരു കാരണം പോലും എന്താ പറയാ ആർക്കും അറിയില്ല. SITയും കോടതി അല്ലാതെ വേറൊരു കുട്ടിക്ക് ഇതിന്റെ എന്താണ് കാരണം എന്ന് അറിയില്ല. പിന്നെ ഊഹാപോഹങ്ങളാണ് ചർച്ച നടത്തുന്നത്.
പിന്നെ ഒരു മുതൽ കണ്ടെടുത്തെന്ന് പറഞ്ഞാൽ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് മാത്രമാണ്, അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ കോടതിനെ പരിപൂർണമായി നമുക്ക് വിശ്വസിക്കുക, അതുപോലെ എസ്ഐറ്റിനെ വിശ്വസിക്കുക. നല്ല രീതിയിലെ അന്വേഷണം, അത് ഒരു ദിവസമോ 2 ദിവസമോ 10 ദിവസം കൊണ്ട് നടക്കുന്ന അന്വേഷണമല്ലല്ലോ, എത്രയോ വർഷത്തെ അന്വേഷണമാണ്. അപ്പോൾ ജാമ്യം കിട്ടിയതൊക്കെ അതൊക്കെ കുറ്റപത്രം കൊടുക്കുമ്പോൾ അവർക്ക് അഴി എണ്ണേണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും അഴി എണ്ണിയിരിക്കും. കോടതിനെ ശരി, താങ്കൾ ഉസ്മാനാണ്, കായംകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഉസ്മാൻ, താങ്കൾക്ക് പറയാം. സാറേ, ഞാൻ കായംകുളത്ത് നിന്ന് വിളിക്കാന്നേ. ശരി, ഈ പിന്നെ BD സതീശൻ കിടന്നുകൊണ്ട് ഈ വെപ്രാളം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ അന്വേഷണം SITയുടെ അന്വേഷണം ഹൈക്കോടതി അംഗീകരിച്ചതാണ്, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് ഇദ്ദേഹം കിടന്നിട്ട് ഈ നിയമസഭയിൽ കിടന്നിട്ട് ഈ ബഹളോ കാര്യങ്ങളോ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട് 100 സീറ്റ്, മറ്റേ BD സതീശൻ പറഞ്ഞ് 100 സീറ്റ് കിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ ഇത് വനവാസത്തിന് പോകുമെന്ന്. ഇതിപ്പോ വനവാസത്തിന് പോകേണ്ട കാര്യമാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. സാറേ, ഞാൻ പിന്നെ കായംകുളത്ത് വിളിക്കാറുണ്ട്. ഇന്ന പോലെ ഈ BD സതീശൻ കിടന്നുകൊണ്ട് ഈ നിയമസഭ കിടന്നുകൊണ്ട് പറയാൻ സ്വാഭാവികമായിട്ടും അവകാശമില്ലേ? ഈ കേസിൽ അകത്ത് കിടക്കുന്ന ആളുകളൊക്കെ VD സതീശന്റെ പാർട്ടിക്കാരല്ലല്ലോ. അതെ, BD സതീശന്റെ ആൾക്കാരല്ല, 2 കൂട്ടരുടെ ആൾക്കാരുണ്ട്. 30 വർഷത്തിന് മുമ്പുള്ള കാര്യം അന്വേഷിച്ചാലേ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരും. ആരാണ് ശ്രീ ഉസ്മാൻ VD സതീശന്റെ പാർട്ടിയിൽ ആരാണ് അകത്തുള്ളത്? ആരുമല്ല പറഞ്ഞത്, ഈ 2 പാർട്ടിയിലുള്ള ആൾക്കാരും ഉണ്ട്. അതാണ് ചോദിച്ചാൽ ആരാണെന്നുള്ളത് അവരുടേത്. ആരാണെന്ന് ഞാൻ പറഞ്ഞു, 2 പാർട്ടിയിലുള്ള ആൾക്കാർ. അകത്തുള്ള ആളുകളുടെ പേരറിയാവുന്നല്ലേ, പറഞ്ഞോളൂ. അറിയത്തില്ല. വാസുണ്ട്, മറ്റേ ഇങ്ങനെയുണ്ട്, പത്മകുമാറുണ്ട്, അതെല്ലാം ഏത് പാർട്ടിക്കാരാണ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല, പേരറിയത്തില്ല. പാർട്ടിക്കാരായിട്ടുള്ള അവർ 2 പേരാണ്. അവർ 2 പേരും എന്തായാലും ആ പാർട്ടിയിൽ ഇപ്പൊ കോടതി പറഞ്ഞിട്ടുള്ള ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞ് ഇവരെ ഞങ്ങൾ വെറുതെ വിടത്തില്ല. വേണുവാണ്, നെയ്യാറ്റിൻകരയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ വേണു, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ? സാറേ, എനിക്കിത് നല്ല വിശ്വാസമാണ്. കോടതി അന്വേഷിക്കുന്ന കാര്യമുണ്ട്, നല്ല വിശ്വാസമുണ്ട്. ശരി, ഹലോ, ശ്രീ ചന്ദ്രനാണ് കരുനാഗപ്പള്ളിയിൽ നിന്നും. ശ്രീ ചന്ദ്രൻ, താങ്കൾക്ക് പറയാം. നമസ്കാരം കിരൺ. നമസ്കാരം. കിരണേ, നമ്മൾ ഈ ശബരിമല വിഷയം ഇപ്പൊ ഏകദേശം ഒരു 3.5 മാസത്തോളമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. പറഞ്ഞോളൂ. നമ്മൾ ഒരു 3.5 മാസമായിട്ട് നമ്മൾ ഈ ചാനലുകാരെല്ലാം പരസ്പരം, നിങ്ങൾ എല്ലാ ചാനലുകാരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ശബരിമല. ഈ ശബരിമല എന്ന് പറയുന്നത് ലോക പൈതൃക കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ആ ക്ഷേത്രത്തിലെ സ്വർണമാണ് കളവ് പോയത്. അത് ആര് കളവിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തരും, അത് കുറ്റക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഇപ്പോ ഇത്രയും ദിവസമായിട്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. കോടതി പറയുന്നു ശരിയായ ദിശയിലാണെന്ന് പറയുന്നു, ഒരു സമയത്ത് പറയുന്നു ശരിയായ ദിശയിലല്ല എന്നും പറയുന്നു. ഇതിപ്പോ യഥാർത്ഥത്തിൽ ഈ SIT കോടതി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ശരിയായ ദിശയിലല്ല എന്ന് പറഞ്ഞിട്ടില്ല. അവരങ്ങനെ ഇതിനെപ്പോ അല്ല കിരൺ, അങ്ങനല്ല. ഞാൻ അങ്ങനെ അത് ഉദ്ദേശിച്ചല്ല പറയാം. നമുക്കിപ്പോ ഇപ്പൊ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ BJP ഒന്നുള്ളതല്ല. ശബരിമല ക്ഷേത്രത്തിൽ നടന്നതായ ഈ കൊള്ള, ഇതിന്റെ കുറ്റക്കാര് ആരാണെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രാധാന്യം. അത് ഈ കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഇപ്പൊ 90 ദിവസം കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ജയിലിലാവുന്ന വ്യക്തികൾക്ക് സ്വമേധയാ ജാമ്യം കിട്ടി പുറത്തു പോകും. ഇതിപ്പോ ഓരോ കോടതി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസത്തിനുള്ളിൽ ഇത് റിപ്പോർട്ട് സമർപ്പിക്കാൻ, കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇവർക്ക് ജാമ്യം കിട്ടാനുള്ള സാഹചര്യമുണ്ട്. ആ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിലുള്ള കോടതി വിധിക്കും മുമ്പേ ഇത് യഥാർത്ഥ ആൾക്കാരൊക്കെ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗമായിട്ട് ഇതിനെ കാണുന്നുള്ളൂ. ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. ഞാൻ 10-40 വർഷമായിട്ട് ശബരിമല പോകുന്ന ഒരു അയ്യപ്പ വിശ്വാസിയാണ്. എനിക്ക് പറയാനുള്ളത്, ഈ അയ്യപ്പന്റെ ഈ സ്വർണം കൊണ്ടുപോയ ഏത് വ്യക്തിയായാലും, ഉന്നതനായാലും, കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ BJP ഒന്നും ഉള്ളതല്ല, അതാരായാലും ജനസമൂഹം അറിയണം ഇത് ആരാണ് ഇത് യഥാർത്ഥം ചെയ്തത്, ആരാണ് ഇത് മോഷ്ടിച്ചത്, ഇതിന്റെ ഉത്തരവാദികൾ ആരാണെന്ന് ജനങ്ങളുടെ മുന്നിൽ പറയണം. അയ്യപ്പ വിശ്വാസത്തിൽ പെടുന്ന ജനങ്ങളുടെ മുമ്പിൽ ഈ സർക്കാർ പറയാനുള്ള ബാധ്യത അവർക്കുണ്ട് എന്ന് മാത്രമാണ് വ്യക്തമാണ്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്, ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ബെഞ്ച് അന്വേഷണത്തെക്കുറിച്ചുള്ള നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. ഞാൻ എഴുതിയ കമന്റ് താങ്കൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാല്, ഈ കോടതി കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് ചില പ്രതികളൊക്കെ ജാമ്യത്തിലിറങ്ങി പുറത്തു പോകുന്നത് വലിയ കുഴപ്പം സൃഷ്ടിക്കുമെന്നൊക്കെ പറഞ്ഞ് ചില ചാനലുകളിൽ ചർച്ചയും അന്വേഷണ സംഘത്തിന് മേലെ കേരള സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നു പറഞ്ഞുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ
നിയമസഭയിൽ പ്രതിപക്ഷം പറയുകയൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു കോലാഹലത്തെ പറ്റിയാണ് ഞാൻ എഴുതിയ കമന്റ്. അല്ലാതെ കൊള്ള നടന്നിട്ടില്ലെന്നോ അല്ലെങ്കിൽ അവരൊന്നും കുറ്റക്കാരല്ലെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. അത് എന്റെ ആദ്യത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇനി വിധി വന്നതിന് ശേഷം നമ്മുടെ ഓൺലൈൻ പത്രങ്ങളുണ്ടല്ലോ, അവർക്കെല്ലാം ഓൺലൈൻ പത്രങ്ങളുണ്ടല്ലോ, അതിൽ നോക്കിയപ്പോ ഈ വിഷയത്തിൽ കൂടുതൽ ഓവർ സ്മാർട്ട് കളിക്കുന്ന പത്രങ്ങളിലൊന്നും ഈ വാർത്ത ഇതുവരെ അടിച്ചു വന്നിട്ടില്ല. ദേശാഭിമാനിക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. അവരെല്ലാം ഒളിച്ചു വെച്ചെന്ന് മനസ്സിലായില്ല. കേരളത്തിലെ എല്ലാ ഓൺലൈനുകളിലും ഞാൻ എല്ലാം ചാനലല്ല ഞാൻ പറഞ്ഞു, ചാനലല്ല പറഞ്ഞു, പത്രത്തിന്റെ ഓൺലൈൻ ഞാൻ നോക്കി ഇത് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് എവിടെയെങ്കിലും നോക്കണ്ടേ ഇത് എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന്. നോക്കിയപ്പോ അവരൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവർക്കൊരു ജാള്യത ഉണ്ടെന്ന് തോന്നുന്നു റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ എന്റെ കമന്റിൽ ഉദ്ദേശിച്ചത്. പിന്നത്തെ കാര്യം, ഈ ജാമ്യം കിട്ടി പുറത്തുപോയാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ലെന്ന് കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കോടതി പറയുന്നത് ഇത് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്, എടിപിടിയും ചെയ്യുന്ന കാര്യമല്ല. എന്തെന്ന് വെച്ചാൽ ഇതിന് ലാഭപരിശോധന വരെ ആവശ്യമുണ്ട്, അതിനൊക്കെ സമയമെടുക്കും. അങ്ങനെ പല രീതിയിൽ ഇതെല്ലാം കോടതി കൃത്യമായിട്ട് നോക്കിയിട്ടാണ് ഇത് പറയുന്നത്. പിന്നെ കോടതി പറഞ്ഞ മറുപടി ചാനലുകാർക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ രാഷ്ട്രീയക്കാർക്കോ മാത്രം കൊടുത്ത മറുപടിയല്ല. ഒരു സിംഗിൾ ജഡ്ജ് ഇരുന്നിട്ട് കമന്റ് അടിക്കുന്നുണ്ടല്ലോ ഓരോ ജാമ്യത്തിന്റെ കേസ് അവിടെ ചെല്ലുമ്പോ, ആ ജഡ്ജിനും കൊടുത്ത മറുപടിയാത്. നിങ്ങളതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ കൃത്യമായിട്ട് പരിഗണിക്കുന്നുണ്ട്, ആരും രക്ഷപ്പെടില്ല എന്ന് വളരെ കൃത്യമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ സമയമെടുക്കുന്നതാണ്. ജാമ്യം കിട്ടി പുറത്തു പോയെന്ന് വെച്ചിട്ട് അതിന്റെ പേരിൽ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ജീവപര്യന്തം ശിക്ഷ കിട്ടാവുന്ന കുറ്റം ചെയ്തവരുവരെയും ഒരു സമയം കഴിയുമ്പോൾ 90 ദിവസം കഴിയുമ്പോൾ ജാമ്യത്തിൽ പുറത്തു പോകും. അതിന്റെ അർത്ഥം അവർ കുറ്റവിമുക്തരാക്കിക്കുന്നല്ലോ. പിന്നീട് കുറ്റവിചാരണ നടത്തി കഴിയുമ്പോൾ അങ്ങനെ ശിക്ഷ കിട്ടുന്നവർക്ക് ചിലപ്പം ജീവപര്യന്തം വരെ കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടല്ലോ. ഈ ശബരിമലക്കുള്ള കേസില് ഈ ഇവരെന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ജീവപര്യന്തം ചെയ്യുന്ന കുറ്റമൊന്നും ഇല്ലല്ലോ, ജീവപര്യന്തം കിട്ടുന്ന കുറ്റമൊന്നും ചെയ്തിട്ടുമില്ലല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ കോലാഹലം ഉണ്ടാക്കുന്നത്? കോടതിയിൽ വിശ്വസിക്കുക, CBI വേണമെന്ന് പറഞ്ഞ് പോയി ചെന്ന് കോടതി പോയവർക്കും കിട്ടിയല്ലോ അടി. അപ്പൊ CBI അല്ല, ഇവിടുത്തെ അന്വേഷണ സംഘം SIT എന്നുള്ള അന്വേഷണ സംഘം വളരെ വ്യക്തമായും കൃത്യമായും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്ന് കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇതിന്റെ പേര് കോലാഹലം ഉണ്ടാക്കുന്നവർക്ക് കോലാഹലം ഉണ്ടാക്കാതെ ഇതിന്റെ റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുക, കുറ്റപത്രം കോടതി വരുന്നവരെ കാത്തിരിക്കുക. അപ്പൊ നമുക്കറിയാം കുറ്റപത്രത്തിൽ ഈ രാഷ്ട്രീയക്കാർ ചെയ്ത കുറ്റം എന്താണെന്ന് അതിനകത്ത് പറയും. അങ്ങനെ എന്തെങ്കിലും കുറ്റം അതിന്റെ ആ ഗൗരവം അനുസരിച്ച് അതാത് രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് CPM അവർക്കെതിരെ നടപടി എടുക്കുമെന്ന് വ്യക്തമായിട്ട് പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട്. അതുവരെ സമാധാനമായിട്ടിരിക്കുക എന്നാണ് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം. അങ്ങനെ ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത് നിന്നും. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ കോടതി നിയമിച്ച ഉദ്യോഗസ്ഥന്മാരില്ല സാറേ ഈ SIT കോടതിയിലെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ഒരു നിയമനത്തിൽ ഉദ്യോഗസ്ഥന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സർക്കാരിന്റെ അല്ല എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ സർക്കാരിന്റെ ആൾക്കാർ ഇവിടെ ഉണ്ട്. സർക്കാരിന്റേതാണ്, കോടതിയാണ് എന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അല്ലാതെ കോടതിക്ക് പ്രത്യേകിച്ച് അന്വേഷണ സംഘമൊന്നുമില്ലല്ലോ. അല്ല, അപ്പൊ കോടതിയുടെ ഒരു ശുപാർശ പ്രകാരമല്ലേ നമ്മളിങ്ങനെ അപ്പൊ അത് പറയുന്നത് മുഴുവൻ കേൾക്കാതെ കോടതി ഇങ്ങനെ എടുത്തിയാടി ഓരോ കാര്യങ്ങൾ പറയും. സത്യം പറഞ്ഞാൽ ഞങ്ങളെപ്പോഴും ജനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുക കോടതിയോട്. അതാണ് വിശ്വാസം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒന്ന് പറയും ഒരു ദിവസം, ഒന്ന് പറയും ഒരു ദിവസം. നമ്മളുടെ നേതൃത്വത്തിൽ ഇപ്പൊ തന്നെ കൃഷ്ണൻകുട്ടി അങ്ങനെ എതിരായിട്ട് ശ്രീ തങ്കച്ചൻ, ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ബെഞ്ച് ഏതെങ്കിലും ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് എതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ സർക്കാരല്ലേ ഈ കോടതിക്ക് ശമ്പളം കൊടുക്കുന്നത്? ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത്? കേട്ടില്ല. അതെല്ലോ, ഈ നമ്മുടെ കേരള സർക്കാരല്ലേ ഹൈക്കോടതി ജഡ്ജിമാർക്കുള്ള ശമ്പളം കൊടുക്കുന്നത്? എനിക്ക് അത് ഇതുമായിട്ട് എന്താണ് ബന്ധമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറയാതെ അപ്പം ഈ പണ്ടത്തെ ഇപ്പൊ കൃഷ്ണൻകുട്ടി പറഞ്ഞ പോലെയല്ല, കോടതി വരെ നോക്കി അങ്ങനെയാണ് നേരത്തെ നമ്മുടെ ഒരു മുൻ മന്ത്രിയായിരുന്നു പാലോളി മുഖ്യമന്ത്രി പറഞ്ഞു തന്നെയായിരുന്നു. അതൊക്കെ ഇവിടുന്ന് ചിന്തിക്കാനും മനുഷ്യർ വർത്താനം പറയും. നമ്മൾ പരസ്പരം വാക്കുകൾ പത്രങ്ങൾ വായിച്ചും ചാനലുകൾ കണ്ടു ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ ഉള്ളിൽ കയറി ആരുടെയും സംസാരിക്കുന്നില്ല, ആരും മനസ്സിലാക്കുന്നില്ല ഒന്നും. ഇത് പത്രങ്ങൾ നിങ്ങൾ ചാനലുകാർ പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. ശ്രീ ജോഷിയാണ് ചെന്നൈയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജോഷി, താങ്കൾ ചെന്നൈയിലിരുന്ന് വിലയിരുത്തുമ്പോൾ ഈ കേരളത്തിലെ ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വിവാദങ്ങളും കോടതിയുടെ ഇന്നത്തെ പരാമർശവും എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് ഒരു ലേമാൻ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറുള്ളത്. കേൾക്കാവോ? താങ്കളുടെ അഭിപ്രായം പറയാം. അഭിപ്രായം പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ലേമൻ ക്വസ്റ്റ്യൻ, കാരണം വെച്ച് കഴിഞ്ഞാൽ 90 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന കുറ്റവാളി എന്ന് ആരോപിക്കപ്പെടുന്ന ആൾക്ക് സ്വമേധയാ ജാമ്യം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്നുണ്ടെങ്കിൽ ഈ 90 ദിവസത്തിനുള്ളിൽ
ഇത് എന്ത് നടന്നു എന്നുള്ളതിന് അന്വേഷിച്ച് SIT വന്നിട്ട് അതിന് റിപ്പോർട്ട് കൊടുക്കണ്ടേ? കാരണം അത് ചോദിക്കാൻ കോടതിക്ക് ബാധ്യതയില്ലേ? അങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ FSIT? ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ചാണ് കൃത്യം എണ്ണം 11 റിപ്പോർട്ടുകളാണ് നൽകിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു അത് കൃത്യമായി ഒന്ന് വെരിഫൈ ചെയ്തിട്ടില്ല, വേണമെങ്കിൽ വെരിഫൈ ചെയ്ത് പറയാം. അല്ല, അങ്ങനെയല്ല. കാരണം ഞാൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഒരു നിയമപരമായിട്ടുള്ള ഒരു ജോഷി, ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും അന്വേഷണം എവിടം വരെയായി, എന്തായി എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ റിപ്പോർട്ട് കോടതിക്ക് കൊടുക്കണം. യഥാർത്ഥത്തിൽ ഈ കോടതിക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും മാത്രമേ കൃത്യമായ വിവരം, വളരെ കൃത്യമായ വിവരം ഉള്ളൂ. അവിടെയാണ് അങ്ങനെ കോടതിക്ക് കൊടുക്കുന്ന എല്ലാ വിവരങ്ങളൊന്നും പുറത്തു വരണമെന്നില്ല. കുറച്ച് വിവരങ്ങളൊക്കെ ചിലപ്പോൾ സ്വാഭാവികമായും പുറത്തു വരും, അതിനപ്പുറത്തേക്കുള്ള വിവരങ്ങൾ ചിലപ്പോൾ പുറത്തു വരണമെന്നില്ല. അങ്ങനെയല്ല, എന്റെ ഒരു ചോദ്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്റെ ഒരു ലേമൻ ക്വസ്റ്റ്യൻ എന്നുള്ളതിൽ 90 ദിവസം കഴിഞ്ഞിട്ട് ഇവർക്ക് സ്വമേധയാ ജാമ്യം കൊടുക്കുമ്പോൾ ഈ 90 ദിവസത്തിൽ എന്ത് നടന്നു? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രോഗ്രസ് ആണ് ഇതിനകത്ത് നടന്നത്? എന്ത് റിക്കവറിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്? ശ്രീ ജോഷി അത് തന്നെയാണ് പറഞ്ഞത്, അത് കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്ന്. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മേലെ കോടതി തീരുമാനം ഉണ്ടാവണ്ടേ? അഥവാ അത് പരിശോധിച്ചിട്ടാണ് കോടതി പറഞ്ഞത് ഇത് അന്വേഷണത്തിന് കൂടുതൽ സമയം ആവശ്യമാണ്, ഈ അന്വേഷണത്തിന് കൂടുതൽ സങ്കീർണതകളുണ്ട്, അതുകൊണ്ട് എല്ലാ അന്വേഷണം ഇത് ഒരു കൊലപാതകം പോലെ അന്വേഷിക്കാവുന്ന ഒന്നല്ല എന്ന് കോടതി പറഞ്ഞത്. അല്ല, അപ്പൊ വേറൊരു ചോദ്യം വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന എല്ലാ പ്രഗത്ഭരായിട്ടുള്ള, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയിലും മറ്റുള്ള സമൂഹത്തിലും സാമ്പത്തികമായിട്ടും ഉന്നത നിലയിൽ നിൽക്കുന്ന ഈ ആൾക്കാർക്ക് ഇവര് വെളിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ആരോപണങ്ങളെല്ലാം മറികടക്കാനായിട്ടുള്ള അങ്ങനെ പറ്റില്ല എന്നാണ് ഈ കേസിന്റെ കാര്യത്തിൽ. എനിക്കറിയില്ല അങ്ങനെ പറ്റുമോ എന്ന്. ചിലപ്പോൾ ആളുകൾക്ക് അങ്ങനെ സംശയം സ്വാഭാവികമാണ്, അങ്ങനെ ഉണ്ടാവും. പക്ഷെ കോടതി അങ്ങനെയല്ല പറയുന്നത്. അങ്ങനെ സംശയം സ്വാഭാവികമാണ്, പക്ഷെ കോടതിയാണ് കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. കോടതി പറഞ്ഞത് അങ്ങനെയല്ല. എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തിക്കോളാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈക്കോടതിയാണ് ഇതിന്റെ അന്വേഷണം നടത്തുന്നതെങ്കിലും ഈ സംഭവങ്ങളെല്ലാം മോണിറ്ററി അതിന്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാം കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അതിന് പകരം ഇവരെന്തുകൊണ്ട് മറ്റൊരു സ്റ്റേറ്റിലെ ഒരു ഉദ്യോഗസ്ഥരെ കേരളത്തിലെ ഉദ്യോഗസ്ഥർക്ക് എന്താണ് കുഴപ്പം? കേരളത്തിലെ ഉദ്യോഗസ്ഥർ കുഴപ്പമുണ്ടെന്നല്ല, കേരളത്തിലെ കേരള പാർട്ടി ഭരിക്കുന്ന ഒരു പാർട്ടിക്കാരല്ലല്ലോ, പോലീസുകാരെ എല്ലാ കാലത്തും ഏതെങ്കിലും ഒരു പാർട്ടി ഭരിക്കുന്നത് ഇതേ പോലീസുകാർ തന്നെയല്ലേ UDF ഭരിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നത്. അതിലെ നമുക്ക് ആരോടും ഉന്നയിക്കാൻ തന്നെ അപ്പുറത്തേക്ക് അന്വേഷണ സംഘം കേരള പോലീസൊക്കെ അങ്ങനെ ഒരു കുഴപ്പമൊക്കെ ഉള്ള സംവിധാനമല്ല. ഞാൻ പറഞ്ഞില്ലേ, ആർക്കും ഒരു പാർട്ടി ഇല്ലാന്ന് ആർക്കും പറയാനായിട്ട് സാധ്യമല്ല. ശരി, അപ്പൊ കേരളത്തിൽ പുറത്തു വന്നാൽ അവർക്കും താല്പര്യങ്ങൾ കാണില്ലേ? കേരളത്തിന് പുറത്തുള്ളവർക്കൊക്കെ പാർട്ടി കാണില്ലേ? അല്ല, താല്പര്യങ്ങൾ കാണും, പക്ഷെ ഇത്രയും എന്താണ് ഒരു ശരി, ഓക്കെ. എന്തായാലും ശ്രീ ജോഷി, എന്തായാലും കേരളത്തിലെ ഉദ്യോഗസ്ഥർ താരതമ്യേന ഇന്ത്യയിലെ മറ്റു പല സ്ഥലങ്ങളിലെ ഉദ്യോഗസ്ഥരെക്കാൾ ഭേദപ്പെട്ട, അതിന് ഏത് പാർട്ടി അനുഭവമുള്ളവരായാലും അവരെക്കാൾ ഭേദപ്പെട്ട ഉദ്യോഗസ്ഥരും മലയാളികളെ സംബന്ധിച്ച് അന്വേഷണത്തിലും കാര്യത്തിലുമൊക്കെ മറ്റുള്ളവരെക്കാൾ കാര്യശേഷിയിലും ഒക്കെ കൂടിയ ആളുകൾ തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. പിന്നെ മറ്റു നാടുകളിലെ പോലെ അങ്ങനെ എന്തിനും ഏതിനും വഴങ്ങി കൊടുക്കുന്നവരല്ല. നട്ടലുള്ള ഉദ്യോഗസ്ഥർ നിരവധി പേർ അങ്ങനെ വഴങ്ങി കൊടുക്കുന്നവരുണ്ട്. നട്ടലുള്ള ഉദ്യോഗസ്ഥർ നിരവധി പേർ നമ്മുടെ പോലീസ് സേനയിലായാലും മറ്റ് സംവിധാനത്തിലായാലും ഒക്കെ ഉള്ള ഒരു നാട് കൂടിയാണ് കേരളം. ശ്രീ സലീമാണ് മലപ്പുറത്ത് നിന്ന്. ശ്രീ സലീം, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരം. എന്റെ അഭിപ്രായത്തിൽ കേസ് നല്ല വഴിക്ക് തന്നെയാണ്, നല്ല രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നാണ് എന്റെ വിശ്വാസം. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ജോസഫ് എന്ന സിനിമയില് സ്വയം ജീവൻ ബലിയെടുത്തുകൊണ്ട് ഒരു കേസ് തെളിയിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതേപോലെയാണോ നമ്മുടെ സുബ്രഹ്മണ്യം പോറ്റി, അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിൽ ഇടപെട്ടതും അയാള് സ്വയം ബലിയാടായതാണോ എന്നുള്ള ഒരു സംശയം പങ്കുവെക്കാനാണ് വല്ലാത്ത സംശയങ്ങളൊന്നും പങ്കുവെച്ച് കളയരുത്. എന്തായാലും ശ്രീ പ്രസന്നാണ്, മാളയിൽ നിന്നാണ്. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് പറയാം. നമസ്കാരം സാർ. നമസ്കാരം. ഈ കോടതിയുടെ ഈ കാര്യത്തിലുള്ള നിഗമനം, നിരീക്ഷണം വളരെ ശരിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരു കളവല്ല. ഒരു സാധാരണ കളവാണെങ്കിൽ നമുക്ക് കളവ് തൊണ്ടി കണ്ടുപിടിച്ചാൽ മതി, അതിന് ഇതുള്ള അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ മതി. ഇത് എന്താ പറയാ, എവിടെയൊക്കെയോ മറിഞ്ഞ് തിരിഞ്ഞു മറിഞ്ഞു പോയി. ഇത് പാല് തൈരായി, വെണ്ണയായി, നെയ്യായി പോയ, അതായത് ഇതിൽ നിന്ന് മാറ്റി ഇതൊരു കളവ് എന്നതിനപ്പുറത്തേക്ക് ഇതൊരു വിശ്വാസ തട്ടിപ്പ് കൂടിയാണ് ഇതിൽ നടന്നത്. അതെ അതെ, വലിയ വിശ്വാസ തട്ടിപ്പുണ്ട്. സ്വർണത്തിന്റെ ശബരിമലയിൽ ഇളക്കിക്കൊണ്ടുപോയ സ്വർണത്തിന്റെ വില സ്വർണത്തിന്റെ പവന്റെ വിലയല്ല, അത് വിശ്വാസത്തിന്റെ വിലയാണ്. വിശ്വാസത്തിന്റെ വില എന്ന് പറയുന്നത് പലപ്പോഴും വലിയ കോടികളും ഒക്കെ ആയിരിക്കും.
അതെ, അത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. ഈ സാധനം ഇനി പൂർവ്വ രൂപത്തിൽ പഴയ രൂപത്തിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് സമയമെടുക്കും. അതുകൊണ്ട് കോടതി പറഞ്ഞ കാര്യം അത് വളരെ ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്ക് പിന്നെ മറ്റൊരു കാര്യത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സാധനം കട്ട ഇവിടുന്ന് പുറപ്പെട്ട് 39 ദിവസത്തിന് ശേഷമാണ് ചെന്നൈയിൽ എത്തിയെന്ന് പറയുമ്പോൾ ഇവിടുന്ന് നടന്നു പോയിരുന്നെങ്കിൽ പോലും 39 ദിവസത്തിന് മുന്നെത്തിയാനെ. അപ്പൊ ആ ഒരു കാലയളവ് അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ ശിക്ഷിക്കാനുള്ള ഒരു വ്യവസ്ഥ നേരത്തെ അതിനകത്ത് ഒരുപാട് ഇത്തരം കൂട്ടിച്ചേർക്കേണ്ട കണ്ണികൾ ഒരുപാടുണ്ട്. ഇതിൽ ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. തന്ത്രി അടക്കമുള്ളവർ ഈ സംശയങ്ങളിൽ വരുന്നതിനും അവരെല്ലാം ഈ ഇപ്പോൾ സംശയമുനയിൽ നിൽക്കുന്നതിനുള്ള കാരണങ്ങൾ തന്നെയാണ്. ശ്രീ സദാനന്ദനാണ് മാവേലിക്കരയിൽ നിന്നും. ശ്രീ സദാനന്ദൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം വേഗത്തിൽ പറയാം. സദാനന്ദൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. കോടതിയുടെ നിരീക്ഷണത്തോടുകൂടി ഈ കേസ് അന്വേഷിക്കുന്ന SITയെ നിരീക്ഷണം ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെതാണ്. ആ ദേവസ്വം ബെഞ്ചിൻ്റെ നിരീക്ഷണത്തോടുകൂടി അക്കാര്യത്തിൽ വിശ്വാസം വന്നു എന്ന് പറഞ്ഞവർ ഞങ്ങൾക്ക് ഇതുവരെ വിശ്വാസമില്ലായിരുന്നു, ഇപ്പോൾ ഞങ്ങൾക്ക് അന്വേഷണത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അങ്ങനെയല്ല, കോടതി അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഇതിൽ അന്വേഷണം ശരിയായ രീതിയിലല്ല നടക്കുന്നതെന്ന് പറഞ്ഞവരും ഇത് രാഷ്ട്രീയമായി ഇതിനെ കണ്ടുകൊണ്ട് പല രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയവരും ഒക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ സമൂഹം. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.